Alhamdulillah. 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 اللهم صل على محمد وعلى آل محمد. رب زدني علما نافعا وعملا متقبلا رزقا حلالا طيبا قلوبا خاشعة. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. Assalamu alaikum warahmatullahi wabarakatuh, my beloved sisters. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയം അതായത് ഉറക്കത്തെ കുറിച്ചാണ് അല്ലെ. എന്താണ് ഈ ഉറക്കം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഖുർആനും സാക്ഷ്യപ്പെടുത്തുന്നതാൽ ഉറക്കം പോലും പ്രതിഫലാർഹമാകുന്നു എന്നുള്ളതാണ് അല്ലെ. മറ്റൊരു മതസ്ഥർക്കും ഒരു ജാതിക്കും ആർക്കും തന്നെ ഇല്ലാത്തൊരു പ്രതിഭാസമാണ്, ആർക്കും ഇല്ലാത്തൊരു പ്രതിഫലമാണ് നമുക്ക് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പം ഉറക്കത്തിനെ കുറിച്ചിട്ട് അതിന്റെ ശാസ്ത്രീയമായ ഖുർആനിന്റെ കാഴ്ചപ്പാടുണ്ട്, ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. ഇൻഷാല്ലാ. ഫീസ് ഇല്ലാത്ത രണ്ട് അനുഗ്രഹങ്ങളാണ്, ഒന്ന് ഉറക്കവും രണ്ട് വിശ്രമവും അല്ലെ. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മള് പൈസ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുക അല്ലെ. പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ദൂരം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലോ നമ്മൾ വീട്ടിലോ എവിടെങ്കിലും ഒന്ന് എത്തിയൊന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി എണീച്ച് ആ ക്ഷീണം പോയ വഴി ഉണ്ടാവില്ല അല്ലെ. അത്ഭുതപ്പെട്ടു പോവാണ് അല്ലെ. ആ ക്ഷീണം എങ്ങോട്ടാ പോയതെന്ന് നമുക്ക് അറിയൂല അല്ലെ. അപ്പൊ അതാ പറയുന്നത്, ഫീസ് ഇല്ലാത്ത രണ്ട് കേസുകളാണ്, ഒന്ന് ഉറക്കവും രണ്ട് ക്ഷീണവും അല്ലെ. അത് രണ്ടും നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് മാറ്റാവുന്നതാണ്. ഖുർആൻ പറയുന്നു, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസം വന്നൗമ സുബാത വജഅലൻ നഹാറ നുഷൂറ. അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ വസ്ത്രവും ഉറക്കത്തെ വിശ്രമവുമാക്കി തന്നവൻ, പകലിലെ അവൻ എഴുന്നേൽപ്പ് സമയവും ആക്കി തന്നിരിക്കുന്നു അല്ലെ. അൽഹംദുലില്ലാഹ് ബറകല്ലാഹു ഫീക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സൂര്യൻ അസ്തമിച്ചില്ലായിരുന്നെങ്കിൽ, രാത്രി ഉറക്കം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആ സമയത്തൊക്കെ വർക്ക് ചെയ്യണ്ടല്ലേ. എത്രമാതിരി കറണ്ട് ആയിരിക്കും നമുക്ക് ചെലവ് വരിക അല്ലെ. രാത്രി ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഇട്ടിച്ച് ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടൂലേ. അള്ളാഹു തന്ന മഹത്തായ എല്ലാം അനുഗ്രഹങ്ങൾ തന്നെ അല്ലെ. അതിലേറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ത്? ഉറക്കം അല്ലെ. നമുക്ക് ഓക്സിജൻ ആണെങ്കിൽ അതും പിന്നെ അനുഗ്രഹം തന്നെ. പിന്നെ സൂര്യന്റെ വെളിച്ചം കിട്ടുന്ന അതും സൺലൈറ്റ് അതും അനുഗ്രഹം തന്നെ. അതിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത്. ഭൂമിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു, അത് വെറുതെ കിട്ടുന്നു, അതും അനുഗ്രഹം. എല്ലാം അനുഗ്രഹമാണ്. പക്ഷെ നമ്മളെ വിഷയം ഈ ഉറക്കം എന്നതായതുകൊണ്ട് ഉറക്കത്തിനെ സ്പെസിഫൈ ചെയ്ത് പറയാം അല്ലെ. ഉറക്കം ഒരു ഇബാദത്താണ്. അത് നമ്മൾ എത്ര പേർക്ക് അറിയാം അല്ലെ. ഉറക്കം ഒരു ഇബാദത്താണ്. നമ്മളൊക്കെ ഉറങ്ങുമ്പോ വിചാരിക്കാനായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പണി, അല്ലാണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊരു തോന്നലായിരുന്നു നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് അല്ലെ. ഈ കറക്റ്റ് ശരിയാണോ? ആണോ? അല്ല അല്ലെ. ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് എല്ലാ അമലുകളെയും പോലെ തന്നെ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് അല്ലെ. സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അതായത് എല്ലാവർക്കും ഒന്നും ഈ ഉറക്കത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നർത്ഥം അല്ലെ. സത്യവിശ്വാസികൾ ഒരിക്കലും രാത്രി മുഴുവൻ ഉറങ്ങി തീർക്കുന്നവരല്ല അല്ലെ. ആണോ? അല്ല, അവര് രാത്രിയിൽ മുഴുവൻ ഉറങ്ങി തീർക്കുക എന്നുള്ള ഒരു ഇതേ അവർക്ക് ഇല്ലല്ലേ. കഴിയുന്നതും വേഗം എഴുന്നേൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറ്റവും എണ്ണമറ്റ മഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണ് ഉറക്കം. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്ന് വെച്ചാല്, ഒരു 10, 20, 30 വയസ്സുള്ള നമ്മളെ യങ്സ്റ്റേഴ്സ് ആയുള്ള പെൺകുട്ടികളോടോ അതല്ല ഹോസ്പിറ്റലിൽ കുറേ ദിവസം ഐസിയുന്റെ വാതിക്കലും ഓക്സിജനും ഗ്ലൂക്കോസും ഒക്കെ ആയിട്ടൊക്കെ കഴിയുന്ന രോഗികൾ അടുത്തോ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചാലേ എന്തറിയൂ ഉറക്കിന്റെ മാത്മത്യത്തെ കുറിച്ചില്ലേ. അവർ എത്രയോ ദിവസങ്ങളായിട്ടുണ്ടാവും കണ്ണടച്ചിട്ട്. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് കൗണ്ട് കേൾക്കുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ചോദിച്ചതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല, ആ കോലത്തിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ കാരണവും മറ്റു പല ഇൻസോംനിയക്കുള്ള ഉറക്കമില്ലാത്ത രോഗികൾ ഒരുപാടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ച അതിന്റെ സീരിയോസിറ്റി അറിയില്ലേ. ചിലരാണെങ്കിലോ
കിടക്കുമ്പോഴും അതിലേക്ക് പോകും. അത് മഹത്തായ അനുഗ്രഹമാണെന്ന് അവർ ഒന്ന് ഒരു അല്പം പോലും അവർ ചിന്തിക്കുന്നില്ല അല്ലെ. കാരണം ഉറക്കില്ലാത്തവർക്ക് കണ്ണ്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മ പറയും കണ്ണില്ല ഞാൻ അറിയാം കണ്ണിന്റെ കാഴ്ച എന്താ കണ്ണിന് കണ്ണുള്ളപ്പോഴല്ലേ നമ്മൾ കാണല്. കണ്ണ് പോയി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണുമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അതുപോലെ ഉറക്കില്ല ഞാൻ അറിയാം ഉറക്കിന്റെ മഹാത്മ്യം അല്ലെ. അത് ഉറങ്ങാത്തവർക്കാണ് അതിനെപ്പറ്റി അറിയാം. കഴിഞ്ഞ ദിവസം നമ്മളെ മറ്റേ വെൽത്തി ഗ്രൂപ്പില് തടി കൂടുന്നതിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോ കുറെ ആളുകൾ ലേഡീസ് വന്നിട്ട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ തടി മാത്രം പറഞ്ഞു, തടി കുറഞ്ഞവർക്ക് എന്താണ് സൊല്യൂഷൻ അത് ചോദിച്ചു വന്നു. അതുപോലെ ഉറക്കിനെ കുറിച്ച് ഉറക്ക് കിട്ടാൻ ചോദിച്ചപ്പം പറഞ്ഞു, ചിലര് ചോദിക്കുന്നു നമുക്ക് ഭയങ്കര ഉറക്കാണ് മുന്തസ്ത എന്താ ചെയ്യാൻ, അവർക്ക് ഞാൻ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കട്ടോ. അങ്ങനെ അപ്പൊ ഉറക്ക് രണ്ട് രീതിയിലും നമുക്ക് എഫക്ട് ചെയ്യും. ഒരുപാട് ഉറങ്ങുന്ന ഒരു ഭയങ്കര ഉറക്കാണ്, അവർക്കൊന്ന് തല ചായ്ച്ചാൽ മതി, പകലും ഉറങ്ങിപ്പോകും രാത്രിയും ഉറങ്ങൂലേ. അങ്ങനെ അത് രണ്ടും എക്സ്ട്രീം എൻസും അപകടം. തീരെ ഉറക്കില്ലാത്തതും ഒരുപാട് ഉറങ്ങുന്നതിന് മിഡിലായിട്ട് ഉറങ്ങാൻ കഴിയണം, അതാണ് ഏറ്റവും ഉത്തമം. അൽഹംദുലില്ലാ. അങ്ങനെ അപ്പൊ ഈ ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണ സൽക്കാര ഫംഗ്ഷനൊക്കെ എടുക്കാൻ അടുപ്പിച്ച് കുറേ ദിവസം ഉണ്ടാവില്ല. അപ്പോഴൊക്കെ നമുക്ക് കട്ടില് കാണുമ്പോൾ ഒരു സന്തോഷം എന്താണില്ലേ, ഒന്ന് പോയി കിടന്നാ മതിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിൽ അന്നേരം ഓക്സിജൻ പിന്നെ ഭക്ഷണോ വൈറ്റമിനോ ഒന്നും കുത്തിവെച്ചിട്ട് കാര്യമില്ല, അത് ഉറങ്ങി തന്നെ തീർക്കണം. എന്നാലേ നമുക്കതിന് ഒരു റിലീഫ് കിട്ടുള്ളൂ അല്ലെ. നമുക്ക് ബ്രെയിനിൽ തന്നെ ഒന്നും തിരിയാത്ത പോലെ. ചെറുപ്പം ഉറക്കം കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. ചിലർക്ക് അധിക പേർക്കും BP ഷുഗർ ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉറങ്ങാതിരുന്നിട്ട്. പക്ഷെ ഇപ്പോഴും നമ്മളെ കൗമിന് പലർക്കും അതറിയില്ല. പക്ഷെ അന്ന് പിന്നെ ഇത് സയന്റിസ്റ്റിന്റെ സൈഡ് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞ രണ്ട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്, ഉറക്കവും വിശ്രമത്തിന്റെ കാര്യം. അത് തന്നെ അല്ലെ. നമ്മൾ ഒരുപാട് പണിയൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ദിവസവും ഡെയിലി ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞു. ആ ഇരുത്തം എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒരു വെടിക്ക് രണ്ട് പക്ഷി. എന്താ വെച്ചാൽ ഈ ഇരുത്തം എന്ന് പറയുന്നത് നമ്മുടെ കാലുകളെ മസിലുകളൊക്കെ ശക്തിയാകുന്നു, ക്ഷീണം മാറുന്നു, കാലിന്റെ നീരിറക്കം തടയുന്നു, ഊരവേദന മാറുന്നു. ഇതിനെല്ലാറ്റിലും ഉപരി ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യാ, ഇപ്പോഴും അത് കുറെ പോയിട്ട് ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരണം. റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദിക്റെടുക്കാൻ സാധിക്കുമായിരുന്നു അല്ലെ. ദിക്റെടുക്കാൻ പാടില്ല. പക്ഷെ ഇപ്പം ദിക്റിന്റെ സ്ഥാനത്ത് മുഴുവൻ എന്തായിട്ടുണ്ട്, വാട്സാപ്പ് യൂട്യൂബൊക്കെ കയറിയിട്ടുണ്ട്. മാക്സിമം ശ്രദ്ധിക്കുക, ഫോണ് ദൂരെ വെച്ചിട്ട് ഇരിക്കുക. അപ്പൊ നമ്മളെ പിന്നെ ശല്യം ചെയ്യൂല അല്ലെ. ഫോൺ അടുത്തുണ്ടെങ്കിൽ അതെടുത്തിട്ട് അവരെ വിളിച്ചോക്ക അല്ലെങ്കിൽ ഇന്ന് ഗ്യാസ് വന്നിട്ടില്ലാലോ അല്ലെ, മറ്റൊരു പൈസ എടുക്കാണ്ടല്ലോ, ഗൂഗിൾ പേ ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. മിസ് നമ്മള് പിന്നെ ദിക്റെല്ലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്പൊ മാക്സിമം ദിക്ർ എടുക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഫോണ് ദൂരെ വെച്ചിട്ട് ഇരിക്കുക, അതൊരു ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഈ റെസ്റ്റ് എടുക്കലുണ്ടല്ലോ, അതിൽ ഞാൻ പറഞ്ഞല്ലോ കുറെ ബെനിഫിറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ദിക്ർ എടുക്കാം. പിന്നെ ആണെങ്കിൽ ഈ രാവിലെ തൊട്ടേ ചില സ്ത്രീകളെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ രാവിലെ അടുക്കള കയറിയ ചിലപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കി ദിക്ർ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അത്രയും വേഗം അടുക്കളയിലാണ്. കാരണം അവർക്ക് അടുക്കള പണിയാണ് നമ്പർ 1 അല്ലെ. അത് തീർക്കലും അത് വ്യക്തമായിട്ട് ആ അടുക്കള, ഇപ്പോഴത്തെ അടുക്കള ആണല്ലോ മറ്റേ മോഡേൺ കിച്ചൺ ഒക്കെ അല്ലെ, 5 സ്റ്റാർ കിച്ചൺ അല്ലെ. അതൊക്കെ അതിന്റെ മട്ടം പോലെ ഓരോ സാധനം അതുപോലെ സൂക്ഷിക്കണമെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിലാണ് കോൺസെൻട്രേഷൻ. ഒരു എണീച്ച് വന്ന് രാവിലെ എടുക്കുന്ന പണി വൃത്തിയാക്കി ചിലപ്പോൾ ലോഹനസ്കാരമൊന്നും ഉണ്ടാവില്ല. ലോഹറിനാക്കി കുളിച്ച് കയറാം. അപ്പോഴത്തേന് കാലിന്റെ കംപ്ലീറ്റ് പണി തീർന്നിട്ടുണ്ടാവും. ഈ മറ്റേ എന്താ വെരിക്കോസ് പെയിൻ ഇല്ലാത്തവർക്കാണെങ്കിൽ അത് വരും, മുട്ടിന് നീരിറങ്ങും, മടമ്പിന് പഴുപ്പ് വരും, ഊരക്ക് ഡിസ്ക് തേയ്മാനം വരും, എല്ലാ പ്രശ്നങ്ങളും വരും. പക്ഷെ ഇതൊന്നും ഇവരെ അറിയുന്നില്ല അല്ലെ. ആരോഗ്യത്തെക്കാൾ ശ്രദ്ധിക്കുന്ന എന്താണ്, എനിക്ക് കിച്ചണിലാണ് അവരെ കാര്യം അല്ലെ. കിച്ചൺ ഓർഗനൈസിങ്, വീട് ഓർഗനൈസിങ്, ഇത് നോക്കണ്ടെന്നല്ല. പക്ഷെ അതൊരു പരിധി വരെ നമ്മുടെ ആരോഗ്യം എന്താണ് എന്നൊരു ചൊല്ലില്ലേ, ആരോഗ്യം സർവ്വധനാൽ പ്രധാനം അല്ലെ. അപ്പൊ ഒരു ധനം ഇല്ലാത്തവന് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മതി എന്നാ പറയുന്നത്. അപ്പൊ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ പെട്ടതാണ് ഈ വിശ്രമം അല്ലെ. കുറച്ച് സമയം അടുക്കളയിൽ നിന്ന് പണിയെടുത്ത് ഇനിയിപ്പോ എന്ത് സമയം ആയിക്കോട്ടെ, വീട്ടിൽ സൽക്കാരം ഉണ്ടായിക്കോട്ടെ, നോക്കായിക്കോട്ടെ, ഇങ്ങനൊന്നും ഒന്നിച്ച് നിന്ന് പണിയെടുക്കരുത്. കുറച്ച് 1-2 മണിക്കൂർ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കുക. അതും പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നല്ല വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്റ്റൂളുണ്ട്, ഹൈറ്റുള്ള
അപ്പൊ നമുക്ക് ഗ്യാസിൽ വരെ അടുപ്പിനെ പണിയെടുക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. കാലിന്റെ അതും കുറഞ്ഞു. വിശ്വാസ്പദമായിട്ട് പറയാണ്ട് വേറെ എവിടെയല്ലോ എത്തിപ്പോണല്ലേ. കാണിച്ചത് പോയിന്റ്, നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലെ, ഫർളാണെന്ന് തന്നെ വേണം പറയാം അല്ലെ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആകെ ഡിസോർഡർ ആവും. അപ്പൊ ഉറക്കൊരു ഫർളായ കാര്യം തന്നെ. അപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നേക്കാം, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ വജഅലൻ നഹാറ മൻശൂറ. അല്ലേ, അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ വിശ്രമവുമാക്കി തീർത്തവൻ. അല്ലെ, പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. അതും ചിന്തിച്ചു നോക്കി. വെറും ഫുള്ള് ഉറക്കാണെങ്കിലോ നമുക്ക് ഭക്ഷണം എവിടുന്നേലും കിട്ടുക? വെയിലെങ്ങനാ നമ്മൾ കാണുക? വെയിലുണ്ട്, സൺലൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ചെടികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം, സൺലൈറ്റ് വേണം ഭക്ഷണം. അപ്പൊ അരിയും ഗോതമ്പും അങ്ങനെ കണ്ട എല്ലാ ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ ഭക്ഷണം വേണം. മഴ പെയ്യണമെങ്കിൽ സൂര്യപ്രകാശം വേണം അല്ലെ. അപ്പൊ ഫുൾ ടൈം ഉറങ്ങി തീർക്കാത്തതും നല്ലത് തന്നെ അല്ലെ. അതിനൊക്കെ ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഓരോന്നിലേക്ക് ഒരു കൃത്യമായിട്ട് നിരീശ്വരവാദികൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. അതിപ്പോ ജൂൺ ജൂലൈ ആകുമ്പോൾ നല്ല മഴ പെയ്യും. ആ സമയത്തെങ്ങാനും നമുക്ക് തീരെ മഴയില്ലാണ്ട് വെയിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് മുഴുവൻ വറ്റി വരണ്ട് പോകൂലേ. സ്കൂളുകളിലൊക്കെ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾക്ക് സ്കൂൾ തുറക്കൂല. അങ്ങനെ ഏതെല്ലാം 1-2 വർഷങ്ങൾ ഇതിന് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സംവിധാനം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്തതല്ല. എല്ലാം ഓരോന്നിന്റെ സമയത്ത് ഓരോന്ന് ആവശ്യം പോലെ. അങ്ങനെ അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹ. അതായത് അള്ളാഹു ആത്മാക്കളെ അവരുടെ മരണവേളയിൽ പിടിച്ചെടുക്കും, പൂർണ്ണമായി ഏറ്റെടുക്കും അല്ലെ. അപ്പൊ മരണവേളയിൽ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും. എന്നിട്ട് ഏതൊക്കെ ആത്മാവിനെ അവൻ മരണം വിധിച്ചുവോ അവൻ പിടിച്ചു വെക്കുന്നു. മറ്റുള്ളവയെ നിശ്ചിതമായ അവധിയിൽ അവനെ വിട്ടയക്കുകയും ചെയ്യുന്നു. അതായത് മരണത്തില് റൂഹ് പോകുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലെ, ഉറക്കത്തിൽ. അങ്ങനത്തെ ആളുകളെ ആത്മാവിനെ അള്ളാഹു ഒറ്റപ്പെടുത്താൻ പഠിച്ചങ്ങ് പോകും അല്ലെ. പക്ഷെ അങ്ങനെ പോയാലും പരിശുദ്ധമായ അവസ്ഥയിൽ മരിച്ചു പോകുന്ന ഒരു ദിക്റുണ്ട്. അത് എന്തെല്ലാം അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളങ്ങനെ ഉറക്കത്തിൽ മരിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലെ. ഉറക്കം ഒരു മരണമാണെന്ന് പറയുന്നില്ല, ഖുർആനാണ് പറയുന്നത്. അതും ഹദീസോ മറ്റുള്ള തെളിവുകളൊന്നുമല്ല. അപ്പൊ ഖുർആൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഓരോ ദിവസം ഉറങ്ങുമ്പോൾ നാളെ എഴുന്നേൽക്കുമോ നമുക്ക് ഉറപ്പില്ല എന്ന് വിചാരിച്ചു വേണം ഉറങ്ങാൻ. അപ്പൊ ഒരു നല്ല ദുആ ഉണ്ട്. ആ ദുആ ചൊല്ലി കഴിഞ്ഞാൽ എന്താ, നമ്മൾ നേരം വെളുത്ത് മരിച്ചു പോവുകയാണെങ്കിൽ ശുദ്ധമായ അവസ്ഥയിലായിട്ട് മരിച്ചു പോകാൻ ഞാൻ പറഞ്ഞ ദുആ. ഇങ്ങനെ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉറങ്ങിയാലും കൂലി. പിന്നെ വേറൊരു ഹദീസിൽ ഒരിക്കൽ ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് 3 ആണുങ്ങൾ വന്നു. ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. അങ്ങനെ അവര് വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവര് പറയാണല്ലോ, ഒരുത്തന് ഇങ്ങനെ നിസ്കാരത്തിന്റെ കഥ പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ രാത്രി നിസ്കരിച്ചാളും മിനിറ്റ് സമയം കിടക്കൂല. മറ്റോ പറഞ്ഞല്ലോ, ഇനി ഞാനെന്താ ചെയ്യാൻ വിചാരിച്ചിരുന്നു, ഞാന് ഭക്ഷണം കഴിക്കുന്ന എല്ലാ ദിവസം നോമ്പെടുക്കാൻ വിചാരിച്ചു. മറ്റേ 3-മത്തവനും ഇതുപോലെ എന്തോ ഒരു കാര്യം പറഞ്ഞില്ല. പൈസ സ്വന്തം കൊടുക്കാൻ എന്താണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. അങ്ങനെ ഇവരിതും പറഞ്ഞ് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഇങ്ങനെ 3 യുവാക്കൾ ഇവിടെ വന്നിരുന്നു. അവരിങ്ങനെ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടല്ലോ. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ തീരെ ഭക്ഷണം കഴിക്കാൻ അയച്ച് ഉറങ്ങിയും വേണ്ട കണക്കേറ്റിയാൽ. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് കടമയുണ്ട് അല്ലേ. അതായത് അവരെ ശരീരം ഭാര്യമാർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. രാത്രിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് സംസ്കാരം കഴിഞ്ഞ ഉടനെ കിടക്കണം. കിടന്നു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധം പോലെയുള്ള എല്ലാം അത് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ അവർക്ക് വേണം. ഇവരിങ്ങനെ ഈ സന്യാസത്തിന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെന്ത് ചെയ്യും? പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് നോമ്പ് അങ്ങനെ ദിവസം പിടിക്കുന്ന ഒരു നോമ്പേ ഇല്ല. ചിലരൊക്കെ കാണാം 96 നോമ്പൊക്കെ പിടിക്കുന്നല്ലേ. അങ്ങനെ ഒരു നോമ്പേ ഇല്ല. ഏറ്റവും അവസാനം നോമ്പ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പാണ്. അത് തന്നെ ഒന്നരാടമാണ്. ഏറി വന്ന് മികച്ചാൽ ഒന്നരാടം. അതിനേക്കാൾ കൂടിയൊരു നോമ്പ് ഇല്ലെന്നാണ് പറയപ്പെടുന്നത് അല്ലെ. അങ്ങനെ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും വിലക്കുകൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് അധ്വാനിക്കുന്ന ഇഷ്ടമില്ല, ഒരുപാട് ദിക്റെടുക്കുന്ന ഇഷ്ടമില്ല, ഒരുപാട് ഉറക്കൊഴിയുന്ന ഇഷ്ടമില്ല, ഒരുപാട് ഭാര്യമാരെ കൂടെ നോക്കാണ്ടും സമ്പാദ്യമൊന്നും ഇല്ലാത്ത രീതിയിലും സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് ധർമ്മം കൊടുക്കാൻ അതും സമ്മതിക്കില്ല അല്ലെ.
മൂന്നിലൊരു ഓഹരി കൊടുത്താൽ മതി, ബാക്കി നിങ്ങളെ കുടുംബത്തിനേക്ക് വിട്ടേച്ച് പോകുക, അവരെ ദരിദ്രരെ പാപ്പരാക്കി കൊണ്ട് മരിച്ചു പോകരുതെന്നാണ്. അപ്പൊ എല്ലാറ്റിനും ഒരു കൺട്രോൾ ഉണ്ട്. അപ്പൊ ഇസ്ലാമിക ചര്യ അനുസരിച്ച് നമുക്ക് ഉറക്കം കമ്പൽസറിയാണ്, നിർബന്ധമാണ്, ഉറങ്ങിയേ പറ്റൂ. അത് ഉറക്കത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഉറങ്ങിയാലും പ്രതിഫലമുണ്ട്. അത് എങ്ങനെ ഉറങ്ങണം? അനബി ദർദാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം من أتى فراشه وهو ينوي أن يقوم ويصلي من الليل فيركوع حتى يصلح كتب له ما نوى وكان نومه صدقة عليه من ربه. അതായത് അബൂദർദായിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, ആരെങ്കിലും ഉറങ്ങുവാൻ തന്നെ വിരിപ്പിലെത്തി അയാൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനും നമസ്കരിക്കുവാനും നിയ്യത്ത് ചെയ്യുന്നു. അതായത് ഇത് തഹജ്ജുദ് നമസ്കാരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തഹജ്ജുദ് നമസ്കാരക്കാരെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അവരൊരു പ്രത്യേക തരം ക്വാളിറ്റീസ്, ഞാൻ പറഞ്ഞ ഹദീസുകളിൽ വിവരിക്കപ്പെട്ട ക്വാളിറ്റീസ് ഉണ്ട്. അവര് രാത്രികളിൽ നേരത്തെ കിടന്നുറങ്ങുന്നവരായിരിക്കും അല്ലെ, നേരത്തെ കിടന്നുറങ്ങും. അവർക്ക് രാത്രി ഒരു 8-9 മണി കഴിഞ്ഞാൽ പിന്നെ ലെവലുണ്ടാവില്ല, വേഗം ഉറങ്ങിയേ പറ്റും. ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള 3-4 വിധവകൾ, ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോയില്ല. നമുക്ക് രാത്രി ഭയങ്കര പിന്നെ ക്ഷീണമാണ്, നമ്മൾ വേഗം കിടന്നുറങ്ങുന്നത്. പിന്നെ ഭക്ഷണത്തിന് ആണുങ്ങളെ കത്തില്ല, വിധവകളാണല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഈ ടെൻഷൻ കുറയ്ക്കാനും കൂടെ ഏറ്റവും നല്ല മരുന്ന് എന്താ? തഹജ്ജുദ് നിസ്കാരം അല്ലെ. ചില ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ? ഈ ദുആ ചെയ്യാൻ പറ്റും തഹജ്ജുദ്? അതില്ല, തഹജ്ജുദ് തീരെ കിട്ടില്ല. എന്താ കാരണം? എന്താ നമ്മള് ചില രാത്രി ഉറക്കിട്ടൂല, അപ്പൊ പിന്നെ ഉറങ്ങിപ്പോവും. അപ്പൊ ഞാൻ പിന്നെ അപ്പൊ ഒരു നേരം വിളിച്ചിട്ട് നോക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരിമാരെ, നമുക്ക് രാത്രി ഉറക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാല് അവരത് ആ ഉറക്ക് സുബഹി നമസ്കാര ശേഷം ഖളാ കിട്ടുന്നത് കൊണ്ടാണ്. ഞാൻ അറിയുന്ന ഒരു ഉമ്മ ഉണ്ട്, അവർക്ക് ഉറക്കില്ല എന്ന് പലപ്പോഴും കംപ്ലൈന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ എപ്പോഴാ ഉറങ്ങല? അത് ഞാൻ സുബഹി ചിലപ്പോൾ നിസ്കരിച്ച് സുബഹി കേട്ടോലെ കെട്ടിയില്ലാലും അങ്ങ് ഉറങ്ങിപ്പോകാം. സുബഹി നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴത്തേക്കും തന്നെ ഉറക്കാണ്. അപ്പൊ ആ സമയം മുഴുവൻ അവര് ഉറക്കൊഴിഞ്ഞിട്ട് സുബഹി നമസ്കാരാനന്തരം അസലായിട്ട് അങ്ങ് ഉറങ്ങും. അപ്പൊ അത് ഇബിലീസിന്റെ ഉറക്കമാണെന്നോ, ഞാൻ ഉറങ്ങരുതെന്നോ. അപ്പൊ ഞാൻ എന്നിട്ട് പലപ്പോഴായിട്ട് അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഉറക്ക് പിടിച്ചു വെക്കണം. രാവിലെ നിങ്ങൾ സുബഹിക്ക് ശേഷം ഞാൻ ഉറങ്ങൂലാന്ന് വാശി പിടിക്ക്. ഒരാഴ്ച അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉറക്കിന്റെ റൊട്ടിയും മാറി ഉറക്ക് രക്ഷയില്ലാണ്ട് രാത്രി ഉറക്ക് വന്ന് തുടങ്ങും. അങ്ങനെയാണ്. അപ്പം ചില പ്രസവിച്ച പാടുള്ള കുട്ടികൾ അതുപോലെ കാണാൻ ചോദിച്ചാൽ ഉമ്മമാരോട് ചോദിച്ചാൽ തീരെ ഉറപ്പില്ല, ഞാനും എന്റെ ഉമ്മയൊക്കെ നോക്കിയിരിക്കലാണ്. അപ്പൊ പകലുറങ്ങും. അപ്പൊ അവരെന്ന് വെച്ചാൽ അമേരിക്കയിൽ എനിക്ക് എന്റെ കുട്ടികളായിരിക്കും, അവർക്ക് പകല് രാത്രി ആയിരിക്കും. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഹോമിയോ മരുന്ന് കൊടുത്തിട്ട് എങ്ങനെ ഹോമിയോ മെഡിസിൻ കൊടുത്താല് നല്ല മാറ്റാണല്ലോ. അപ്പൊ അങ്ങനെ രാത്രി ഉറങ്ങിയിട്ട് പകല് മാറിയിട്ടും കിട്ടും. രാത്രി ഉറങ്ങിയാൽ പിന്നെ പകല് കുട്ടികൾ കളിച്ചോളൂല്ല. അതേസമയം ഈ പ്രസവിച്ച കുട്ടിയാവട്ടെ അല്ലാണ്ട് വീട്ടിലുള്ളവരാവട്ടെ, പെണ്ണുങ്ങൾക്ക് പകൽ ഉറങ്ങാൻ പറ്റൂല. ഒരു കണ്ടിന്യൂസ് ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടില്ല അല്ലെ. എന്തെങ്കിലൊക്കെ ചൊറിഞ്ഞ പണികൾ ഉണ്ടാവും വീട്ടില്. ഇല്ല ഇപ്പം അരയ്ക്കണ്ട, എടുക്കേണ്ട, വിറക് കീറണ്ട, അടുപ്പ് കത്തിക്കേണ്ട, എല്ലാം മിക്സിയും ഫ്രിഡ്ജും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫുള്ള് പണി തന്നെ അല്ലെ. ഒന്നൊഴിഞ്ഞ് മലമല മൊത്തം പുറത്ത പോലെ പണിയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആണുങ്ങൾക്കാണെങ്കിൽ പിന്നെ ഉറങ്ങാതെ അവര് വന്ന് ഷോപ്പിൽ നിന്ന് വന്നൊരു വർക്ക് പകലോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ അവർ ഉറങ്ങിപ്പോലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ ചായ, ഉച്ചക്ക് ചോറ് അതിൻ്റെ പാത്രം കഴുകലായിട്ട് വിരുന്നതിൻ്റെ മുഴുവനായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ നടക്കണം. അപ്പൊ ഈ ഉറക്കിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഉറക്ക് ഒരു എന്താ പറയുന്നത് ഒരു നിർബന്ധ സംഗതി തന്നെയാണ്. നമ്മൾ ഉറങ്ങിയേ പറ്റൂ. അപ്പൊ ഈ പകല് ഉറങ്ങുന്ന ആൾക്കാര്, ഉറക്ക് കിട്ടാത്ത മനുഷ്യന്മാര് ഒരു കാരണവശാലും സുബഹിക്ക് ശേഷം തീരെ അപ്പം ചോദിക്കും, നമുക്ക് ഉറക്ക് വരൂല. അപ്പൊ സുബഹിക്ക് ശേഷം നമുക്ക് ഉറക്ക് വരികയാണെങ്കിൽ സുബഹിക്ക് മുമ്പേ നന്നായിട്ട് ഒരു ചായയും കുടിച്ച് എന്തെങ്കിലും കടിയൊക്കെ തിന്ന് ഫ്രഷ് ആയിട്ട് ഇശ്റാഖ് നമസ്കാരത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് 8-9 മണിയാകുമ്പോൾ ഉറക്ക് പോവും, ഉറക്ക് വരും. കാരണം നിങ്ങളെ ഉറക്ക് ഒരു ബ്രെയിനിൽ ഒരു നടക്കുന്ന ഒരു ഫങ്ഷനിങ് ആണ്. അതെന്തായാലും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ പകലത്തെ പിന്നെ ഉറങ്ങല് ഒഴിവാക്കണം. ഇനി ഉറക്കില്ലാത്തവർക്ക് ഉറക്ക് വരാനുള്ള കുറേ ടിപ്സുകളുണ്ട്. പക്ഷെ അതിപ്പോ ഈ വിഷയത്തിന് ഉറക്കിന്റെ പ്രതിഫലം ആയതുകൊണ്ട് പറഞ്ഞ് വിശദീകരിച്ച് പറഞ്ഞുകൂടാ. മാഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലാണ്. ഈ ഉറക്കിനെ കുറിച്ചുള്ള സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അതൊരു 3-4 ക്ലാസ്സിന് എടുക്കാൻ മാത്രമുണ്ട്. ശാസ്ത്രം പറയുന്നത്, ഖുർആൻ പറയുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം.
അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്ന ടോപ്പിക് പറയാം ഇൻഷാ അല്ലാ. അപ്പം അവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് രാത്രി ഉറക്കം കിട്ടാത്തത് കൊണ്ട് പകൽ ഉറങ്ങും, അതുകൊണ്ട് രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് കൊണ്ട് തഹജ്ജുദ് വൃത്തിയായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നില്ല. ഒരു സത്യവിശ്വാസിയായ ഒരാളെ മനസ്സിൽ എന്തുണ്ടാവും? നെയ്യത്തുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന എത്ര ആളുകളുണ്ട്? 350 അടുത്ത ആളുകളായി. ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മളൊക്കെ തഹജ്ജുദ് കൃത്യമായിട്ട് നമസ്കരിക്കുന്നത്. നമുക്ക് ബോഡിയിൽ ഭയങ്കര ക്ഷീണം, വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും വകവെക്കൂല അല്ലെ. നമ്മൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നമ്മളെ ബോഡിയിൽ രണ്ട് കരിയിലുണ്ട്, ഒരു നല്ല കരിയിലുണ്ട്, ഒരു പിശാച് ഉണ്ട് അല്ലെ. പിശാച് പറയും ലക്ഷം കൂടെ ഉറങ്ങിക്കോ, രണ്ട് ചെവിയിൽ മൂത്രം വെച്ചതിട്ട് പറയും ഈ ലക്ഷം കൂടെ ഉറങ്ങിക്കോ, എല്ലാം എപ്പം 3:30 ആയിട്ടുള്ളൂ, ഇനിയിപ്പൊ 5 മണി വരെ നിസ്കരിച്ചു, എന്തിനാ അത്ര വേഗം എഴുന്നേറ്റ് എന്ന് പറയും അല്ലെ. അതൊരു വക. അപ്പൊ മറ്റേ നമ്മളെ ബോഡിയിലെ നല്ല കരിന് എന്ത് പറയുക, എണീറ്റേ ഫാത്തിമ, ഈ സമയമില്ലേ, തജ് കിട്ടൂലേ, തജ് കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആര്? നല്ല കരി. അപ്പൊ നമ്മളെ ബോഡിയിൽ രണ്ട് കരിയുണ്ട്. അപ്പൊ നമ്മൾ ആർക്കാ കീഴടങ്ങേണ്ടത്? നമ്മൾ ആരെയാ അനുസരിക്കേണ്ടത്? അള്ളാഹു പറയുന്നല്ലേ, നല്ല നമ്മളെ ബോഡിയിലുള്ള നല്ല കരിനെ അനുസരിക്കണം. നമ്മൾ എന്തായാലും എണീക്കും തന്നെ പറയണം. അപ്പം എണീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞുണ്ട്, സാഹ എണീറ്റാൽ ഒരു രക്ഷയില്ല, തൂങ്ങിയിട്ട് നിസ്കരിക്കുമ്പോ ഒന്നും ചെല്ലാൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എണീറ്റ പാല് ഗ്ലാസ് ചൂടുവെള്ളം അല്ല എന്തായാലും ഡിറ്റോക്സ് വാട്ടർ എന്തെങ്കിലും നമ്മളെ ബോഡിക്ക് അനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉഷീരൻ ചായ കാച്ചി കുടിക്കും. ഈ ചായ കുടിക്കുന്നതിന് ഈ സുബൈന്റെ തഹജ്ജുദിന്റെ സമയത്ത് ചായ കുടിക്കാമെന്ന് ആരും കുടിക്കൂല. ആ സമയത്ത് ഒരു ചായ, ഒരു കടിയും വേണം, എന്തെങ്കിലും ഒരു കടി, എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സിന്റെ കേക്കുകളൊക്കെ ഉണ്ട് പലരും കിട്ടാൻ, അതോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും തൽക്കാലം ഇപ്പൊ രക്ഷയില്ലാലോ, അന്നേരം അങ്ങനത്തെ എന്തെങ്കിലും കൂട്ടി കഴിച്ച് ഒരു ചായയും കുടിച്ച് ഒന്ന് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കിയാൽ നമ്മൾ ഉറക്കങ്ങ് പോകും, നമ്മൾ ഫ്രഷ് ആവും അല്ലേ. അങ്ങനെ ഫ്രഷ് ആക്കിയിട്ട് നമ്മളെ ബോഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ എന്താണോ അതാണ് നമ്മൾ അല്ലെ. നമ്മൾ എന്ത് സ്വഭാവത്തിലാണോ നമ്മൾ പിന്നെ നിലകൊള്ളുന്നത് ആ രീതിയിലായിരിക്കും നമ്മളെ പോക്കാം. നമുക്കിപ്പോ ഇവിടെ കിടന്ന് ഉറങ്ങി മതിയായി മരിച്ചെണീക്കുക, എന്തെങ്കിലും ഒരു ബിപിന്റെ ഗുളികന്റെ പേരോ ഷുഗറിന്റെ ഗുളികന്റെ പേരോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിടക്കാം എന്നുള്ള ഒരു നെയ്യത്താണെങ്കിൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അതല്ല എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ എണീക്കും തന്നെ നെയ്ത്ത് വെച്ചാണെങ്കിൽ അങ്ങനെ എണീക്കും, എണീച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കും. അത്തരക്കാർക്കാണ് അള്ളാഹു എന്ത് ഓഫർ ചെയ്യുന്നത്? ഉറക്കൊരു പ്രതിഫലമാകുന്നത്, ഉറങ്ങിപ്പോയാ കൂലി നൽകുന്നു. ഇങ്ങനൊക്കെ നല്ല നല്ല വ്യക്തമായിട്ട് ദൃഢമായിട്ടൊക്കെ ഒരുപാട് ആയത്തുകൾ ഓതി നിസ്കരിക്കുന്നത് നല്ലൊരു പുരുഷനാവട്ടെ, സ്ത്രീ ആവട്ടെ, ആരോഗ്യം തക്കരും ആണോ പെണ്ണോ ആവട്ടെ, അങ്ങനെ ആരെങ്കിലും ഒന്ന് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഒരു ദിവസം അബദ്ധവശാൽ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് വെച്ചാൽ അള്ളാഹു അയാളടുത്ത് എന്താ ഉള്ളത്? ഉറക്കം എന്താവും? അയാൾക്ക് ഒരു സ്വതക്കയായിട്ട് പ്രതിഫലം രേഖപ്പെടുത്തുകയും പിന്നെ നിയ്യത്ത് ചെയ്തത് കൊണ്ട് നമസ്കാരത്തിന്റെ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഉറങ്ങി അത് രണ്ട് ചാതിന്. അപ്പൊ നിങ്ങളെ ആയിരിക്കാം സാരില്ല നമ്മൾ നെയ്യത്ത് വെച്ച് കിടന്നുറങ്ങാം, കൂലിട്ടത് അങ്ങനെ ഒന്നുമില്ല അല്ലെ. അള്ളാഹു എമ്പുറു ഇലാ കുലൂബിക്കും പിന്നെ എന്തൊരു ഇലാ സുവരിക്കുല്ലേ. അള്ളാഹു നമ്മളെ ആകാര സൗഷ്ഠവത്തിലേക്കോ നമ്മളെ ഭംഗിയിലേക്കോ നമ്മളെ തറവാട്ടിലേക്കോ നമ്മളെ തൊലിനിറത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുക. അള്ളാഹു എമ്പുറു ഇലാ കുലൂബിക്കും. അള്ളാഹ്ക്കറിയാം ആരാണ് ആത്മാർത്ഥമായിട്ട് നെയ്യത്ത് വെച്ച് കിടക്കുന്നത്. അപ്പൊ രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോ വളരെ വ്യക്തമായിട്ട് ആ ഖുർആൻ പാരായണം എല്ലാ സൂറത്തുകളും കാര്യങ്ങളൊക്കെ ഓതി കിടക്കുമ്പോ അള്ളാഹുവിനോട് തന്നെ പറയാം. അള്ളാഹു തന്നെ കറക്റ്റ് സമയത്ത് എഴുന്നേൽപ്പിക്കാൻ 10 മിനിറ്റ് നേരത്തായാലും വേണ്ടിയില്ല അല്ലെ. ചിലരൊക്കെ കാണാൻ ചോദിച്ച 4:30 എണീറ്റ് എന്ത് നിസ്കരിക്കാൻ, എന്താ അള്ളാഹിനോട് പറയാനാ അല്ലെ. അള്ളാഹു പറയുന്നുണ്ട് ആരെന്നോട് ചോദിക്കുന്നു ഞാൻ അവന് നൽകുമെന്ന് പറയുന്നു. അങ്ങനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് സമയത്തൊന്ന് എണീക്കണ്ടേ. ആ തൽക്കാല നേരൊക്കെ ഒന്ന് എണീറ്റ് നമുക്ക് എന്ത് തരാൻ, എന്ത് ചോദിക്കാനാണ് അള്ളാഹു തരാണ്? നിസ്കരിക്കണോ അതോ ഓതണോ അതോ ചോദിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആവില്ല. എല്ലാം വേണ്ടിയതാണ്. നിസ്കാരം നിർബന്ധമാണ്. ആയത്തുകൾ ഓതിയ ഒരുപാട് കൂലി കിട്ടും. പിന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് ചോദിച്ചുള്ളണം അല്ലെ. ഇപ്പൊ നിങ്ങൾ ആശന്റെ ആ വർക്ക് ബുക്കൊക്കെ വാങ്ങിയത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് അല്ലെ. ഇപ്പൊ സൈക്കോളജിസ്റ്റുമാരോടോ കൗൺസിലർമാരോടോ ഭർത്താവിന്റെ കുറ്റവും കുട്ടികളെ കുറ്റവും നമ്മൾ പറയുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി കാര്യങ്ങൾ ആ ബുക്കിൽ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എഴുതി വെച്ചിട്ട് അള്ളാഹുവിനോട് റിപ്പീറ്റഡ്ലി അവസ്ഥ ചെറുതായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുക അല്ലെ. ചോദിച്ചു കൊണ്ടിരുന്നാൽ അള്ളാഹു ഇന്ന് ചോദിച്ചാൽ ചിലപ്പോ നാളെ തന്നെ തന്നാൽ ഇരിക്കില്ല, പക്ഷെ ഇപ്പോഴെങ്കിലും ഒരിക്കലും തരാതിരിക്കില്ല. ഞാൻ 2016 ഹജ്ജിന് പോയത്.
അല്ല 16 2014 ജനുവരി ആ കാലത്ത് ഞാൻ ചോദിച്ചല്ലോ അവനോട് പല കാര്യങ്ങളും ചോദിച്ചിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ എഴുതി വെച്ചിട്ട് ഞാനിപ്പോ എടുത്തു നോക്കും അതിൽ എന്തൊക്കെ നടന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചപ്പോ എന്റെ മോളിപ്പോ എത്ര ദിവസം പറയുമ്പോ ഹജ്ജിന് പോയി വന്നപ്പോഴാണ് ഞാൻ വയറ്റിലായിട്ട് മോനെ പ്രസവിച്ചത്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ എന്ത് കാര്യം ചോദിച്ചാൽ ചിലപ്പോ ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കുമായിരിക്കും. ഒരുപാട് കുട്ടികളില്ലാത്തവർക്ക് ഹജ്ജിന് പോയിട്ട് ദുആ ചെയ്ത് കുട്ടികളുണ്ടായിട്ടില്ലേ. ആണില്ലാത്തവർക്ക് ആണും പെണ്ണില്ലാത്തവർക്ക് പെണ്ണും ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ദുആ ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബക്കറ്റ് ഓഫ് ലിസ്റ്റില് ദുആ ചെയ്യുക. അതെന്തായാലും അല്ലാഹു സാധിക്കാതിരിക്കുക. എന്നിട്ട് അത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയിട്ട് ടിക്ക് ഇടുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറയണം. പൊന്നാര മക്കളെ അതൊരു ഒന്നൊന്നര അൽഹംദുലില്ലാ ആവണം അല്ലേ. അൽഹംദുലില്ലാ നീ എന്തൊക്കെയാണ് എനിക്ക് തന്ന. അപ്പോഴാണ് നമ്മൾ അതിന്റെ ആഴം മനസ്സിലാവും. എപ്പോഴാണ് എനിക്ക് ശബ്ദമുണ്ടെന്ന് മനസ്സിലാവും അല്ലെ. അങ്ങനെ പറയണം. പഠിച്ചോനെ നീ തന്നീലെ അൽഹംദുലില്ലാ പറയുന്നതിനൊപ്പം സുബ്ഹാനല്ലാഹ് പറഞ്ഞാലോ അൽഹംദുലില്ലാ പറഞ്ഞാല് സമാവാതി പിന്നെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാല് മീസാൻ ആക്കൂലേ. ഉൽ മീസാൻ എന്നാ പറഞ്ഞല്ലേ. അല്ല ആരെങ്കിലും പിന്നെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൽ മീസാൻ മീസാനിനെ നിറക്കുക പറഞ്ഞല്ലേ. അങ്ങനെ അതിപ്പോ ഒരു അൽഹംദുലില്ലാ പറയുമ്പോ അതിന്റെ അപ്പുറം തന്നെ എന്തും പറയാ സുബ്ഹാനല്ലാഹും പറയാം. അതിങ്ങനെ വ്യക്തമായിട്ട് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലാഹു നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. വീണ്ടും 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 ഇനി അള്ളാഹുവിനോട് തന്നെ ചോദിക്കട്ടെ അല്ലെ. നമ്മളെ ഫ്രണ്ട്സിനോടും കാണുന്നവരോടും കേൾക്കുന്നവരോടൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു പറയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തന്നെ ദുആ ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദന ഹദീസിൽ ഒരാൾ രാത്രി നമസ്കരിക്കുന്നവനാണ്. ഒരിക്കൽ ഉറക്കം അയാളെ കീഴടക്കിയത് മൂലം അയാൾക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ അള്ളാഹു അവന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലം പൂർണ്ണമായി രേഖപ്പെടുത്തും. അവന്റെ ഉറക്കം അവനുള്ള ഹദിയയുമാണ്. അതായത് മാമിൻ തകൂനു ലഹു സ്വലാത്തുൻ ബില്ലൈലി, അതായത് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്. യലിബുഹു അലൈഹി നൗമൻ, അവനെ ഉറക്കം കീഴടക്കി. ഇല്ലാ കുതിബ ലഹു അജ്റു സ്വലാത്തിഹി, അതായത് അവന് അള്ളാഹു കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാതെ, കത്തബ എഴുതി കുത്തിബ എഴുതപ്പെടും അല്ലെ, എഴുതപ്പെടാതിരിക്കുകയില്ല. എഴുതപ്പെട്ടു. ലഹു അജ്റു സ്വലാത്തി, എഴുതപ്പെട്ടു അങ്ങനെ സ്വലാത്തിന്റെ നമസ്കാരത്തിന്റെ പിന്നെ പ്രതിഫലം. വകാന നൗമഹു, അവന്റെ ഉറക്കമാകട്ടെ അലൈഹി സദഖത്തുൻ, അതൊരു സദഖയായി തീരുകയും ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണല്ലേ. വെറുതെ നിസ്കരിക്കാൻ നെയ്യത്തിച്ച് വേറെ ഒരു കർമ്മത്തിനും ഇങ്ങനെ പ്രതിഫലം രേഖപ്പെടുത്തൂല കേട്ടോ. ഈ തഹജ്ജുദിനല്ലാണ്ട് തഹജ്ജുദിന് ചെയ്യാണ്ട് കൂലി. അപ്പം സത്യവിശ്വാസികളായ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാല് തഹജ്ജുദ് നിസ്കാരം മിസ്സായി പോയാല് പകല് അത് ഖളാ വെട്ടി നമസ്കരിക്കും. അപ്പൊ നമ്മൾ തഹജ്ജുദ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം അല്ലെ. അത്തരക്കാർക്ക് വേണ്ടിയാണ് എന്തുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രതിഫലം, നമസ്കാരത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതും ഉറക്കും ഒരു ഇബാദത്തായി മാറുന്നത്. അതെങ്ങനെ ഇബാദത്താവുന്നത്? കാരണം അവർ ഉറങ്ങുന്നത് എന്തിനാ എന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാ അവരുറങ്ങുന്നത്? രാത്രി ഫ്രഷ് ആയിട്ട് നമസ്കരിക്കാനില്ലേ. അവര് ഈ രാത്രി 8-9 മണിയാകുമ്പത്തിന് വേഗം കിടന്നുറങ്ങുന്നത് ഫ്രഷ് ആയിട്ട് നമസ്കരിക്കാൻ. അധിക സ്ത്രീകളും അധിക ആൾക്കാരും പല കുറ്റങ്ങളും ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും മക്കളെ പുതിയാപ്പിളമാര് വീട്ടിലുണ്ട്. അവരൊക്കെ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. അവര് തിന്നു കഴിഞ്ഞിട്ട് വാതിലടുത്തിട്ട് പാത്രം കഴിച്ചിട്ട് അതിനൊന്നും നിങ്ങൾ കാത്തു നിൽക്കേണ്ടതില്ല. നമ്മളൊക്കെ എക്സ്പയറി ആയി 50 വയസ്സ് 50 എബവ് ആയോരാണ്. നമുക്ക് എന്തേലും വേണ്ടിയത് തിന്ന് ഭർത്താക്കന്മാര് ചിലരുടെ പണി എന്താ വെച്ചാൽ ഭർത്താക്കന്മാര് ഒരുപാട് സമയം TV കണ്ടിരിക്കും. ഒരുപാട് TV കണ്ടിരുന്നിട്ട് പിന്നെ ഓലെപ്പോഴെങ്കിലും കയറ്റി എണീറ്റ് നിസ്കരിച്ചിട്ടൊക്കെ തിന്നാൻ വരും. അപ്പൊ അതുവരെ ഭാര്യമാര് കാത്തു നിൽക്കണം അല്ലെ. അങ്ങനെ കാത്തു നിന്ന് ഈ അടുത്തൊരു ലേഡി എന്നെ വിളിച്ചിട്ട് പറയണം, അവർക്ക് വയസ്സ് 40ന്റെ ചോട, 41 ആയിട്ടില്ല, അത് കുറവാ. പക്ഷെ എന്തൊക്കെ അസുഖങ്ങളാണ് ബ്രെയിനില്. മറ്റേതുണ്ടല്ലോ, എന്താണ് തലചുറ്റല്, ബാലൻസിക്ക് തലചുറ്റല്, വേറെ എന്തൊക്കെയൊക്കെയോ എനിക്കറിയാത്ത സുഖന്റെ പേരൊക്കെ പറഞ്ഞു. വെറും 30 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം? അവർ ഹസ്ബൻഡ് രാത്രി പാതിര വരെ ഇരുന്ന് TV കാണും. അന്നേരം ആ TV എല്ലാം കണ്ടു തീർന്ന് 12 മണിക്കേറ്റ ഭക്ഷണം ചോദിക്കും. അന്നേരം അതെടുത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് 2-3 വീശിയിട്ടാണ് അയാൾ കിടക്കുക. അപ്പൊ അയാൾ ആവശ്യം നിർവഹിക്കണം. അത് കഴിഞ്ഞിട്ട് ഉറപ്പ് കിട്ടുന്നില്ല. പകല് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം. പല കംപ്ലൈന്റ്സ് അവര് പറയാ.
അപ്പൊ ഇങ്ങനെ കണ്ട കേസിലൊക്കെ എന്താ ചെയ്യാച്ചാല് നിസ്കരിച്ച അവര് പറയും ഇതാണ് എന്റെ നിസ്കാരം, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താത്ത നിസ്കാരം എന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പൊ നമുക്കൊന്നും അതൊന്നും ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നത് അതൊക്കെ എടുത്തിട്ട് അല്ലാത്ത സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ എഴുത്, അള്ളാഹിനോട് പഠിച്ചവൻ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് റാഹത്തായിട്ട് വൃത്തിയായിട്ട് പഠിച്ചവനോട് കുറെ ദുആ ചെയ്യണം, നിസ്കരിക്കണം, കുറെ പാരായണം ചെയ്യണം, അള്ളാഹു നിങ്ങൾക്ക് അതിന് അവസരം ഒരുക്കി തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും തന്നെ ഇന്ന് സഹോദരിമാരെ നിങ്ങൾ നിങ്ങളെ ഭർത്താവിന്റെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ ആരെടുത്തും ശീലിപ്പിക്കാണ്ടിരിക്കുക. എല്ലാവർക്കും അള്ളനെയും നബിനെയും സ്വാലിഹായ അമലുകളും പിന്നെ നമുക്ക് നമ്മുടെ നഫ്സ് തന്നെയാണ് വലുത്. നമ്മുടെ നഫ്സ് തന്നെയാണ് വലുത്. ഉമ്മയൊക്കെ ഓക്കെ, ഭർത്താവും ഓക്കെ, പക്ഷെ ഇവരാരും ഉണ്ടായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഹെൽത്ത് വേണം, ശരീരത്തിന് ഹെൽത്ത് വേണം. ഹെൽത്ത് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് അവർ ലൈഫിൽ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഘടകമാണ് അത്. മറ്റേ കുട്ടി കരഞ്ഞെന്നും പറഞ്ഞിട്ട് ഉറങ്ങി തീർക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുബഹിക്ക് ആർക്കെങ്കിലും പോണോന്നും പറഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഭർത്താവ് പാതിരാക്കാ വരുന്നു. അങ്ങനെ ഭർത്താവ് പാതിരാക്ക് വരുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഏഷാ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികളെ ഭക്ഷണമൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് എല്ലാ പണിയും കഴിച്ച് കിടന്നുറങ്ങുക. 7 മണിക്ക് 8 മണിക്ക് ഉറങ്ങിയിട്ട് പാതിരാക്ക് വരുമ്പോ എണീറ്റ് വാതിലുറങ്ങത്തേക്ക് ഏഷം സ്കെച്ച് കിടന്നുറങ്ങിയാല് അല്ലേ? അപ്പൊ അങ്ങനെ മോമിനായ ഭർത്താക്കന്മാരെ അനുസരിക്കേണ്ടതുള്ളൂ. അതെനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഹയറായിട്ടോ. കാരണം ഞാൻ എത്ര ലേഡീസാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. എത്ര ലേഡീസാ കംപ്ലൈന്റ് ചെയ്യുന്നറിയോ. പിന്നെ വല്ല ചില ഉമ്മമാരെ വിചാരം എന്താണെന്നറിയോ, വീട്ടിലെല്ലാരും അങ്ങനെ ഉണ്ടോ, എന്നാ ശരി അൽഹംദുലില്ലാ, മോമിനായ ഭർത്താക്കന്മാരെ അനുസരിക്കേണ്ടതുള്ളൂ അല്ലെ. ഇതായില്ലേ റംലത്ത് പറയുന്നത്. അത് ശരിയാണെങ്കിൽ അത് വളരെ നല്ലത്. എനിക്ക് അറിയാത്തൊരു കാര്യം അതൊക്കെ. അപ്പൊ അവര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. അപ്പൊ ഭർത്താവ് പറയുന്നതാണല്ലോ, എന്റെ നിസ്കാരമൊക്കെ ആരും സ്വീകരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ രാത്രി 12 1 മണി വരെ TV കണ്ട് മൊബൈൽ നോക്കി ഇരുന്നിട്ടൊക്കെ ആ സമയത്ത് ഈ സ്ത്രീക്ക് പറ്റുന്നില്ല. അവര് ഞാൻ പറഞ്ഞില്ലേ ചെറുതാണ്, ഒരുപാട് അസുഖങ്ങൾ അങ്ങനെ. അപ്പൊ നമ്മൾ അറിയുന്ന ഇവരൊക്കെ ഈ ഭർത്താവാട്ടെ ഉമ്മാട്ടപ്പാട് ബാക്കി എല്ലാ ഫാക്ടേഴ്സും മാറ്റി നിർത്തിക്കാൻ നമുക്ക് നമ്മുടെ ബോഡി കൊണ്ടേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡിയെ നമുക്ക് കവർ കൊണ്ടാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ഫുൾ കണ്ടീഷന്റെ ബോഡി ആവശ്യം, ഫുൾ കണ്ടീഷൻ ബോഡി ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽത്തി ടു ജന്ന എന്ന ഗ്രൂപ്പ് തുടങ്ങി. എനിക്ക് തുടങ്ങുമ്പോൾ ഒരു പേടി, പഠിച്ചോന്നെ ഞാൻ ഇതിന്റെ കൂടെ പെണ്ണുങ്ങൾ ആരോഗ്യം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എന്റെ പ്രശ്നം നോക്കുമ്പോൾ അതല്ലോ അല്ലെ, നമ്മൾ എന്തൊന്നും നല്ല ഉദ്ദേശത്തിൽ ചെയ്തുവോ അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഷുഗർ കുറഞ്ഞു, BP കുറഞ്ഞു, മാത്രമല്ല വെയിറ്റ് കുറഞ്ഞപ്പോ നടക്കാനൊക്കെ നല്ല ആശ്വാസം. നമ്മളൊന്നും ചോറ് തിന്നുന്നില്ല. അപ്പൊ എത്രയോ ആളുകൾക്ക് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഷുഗർ, ഹാർട്ട്, പ്രഷർ, സ്ട്രോക്ക് ഒക്കെ തടയാൻ സാധിച്ചു അല്ലേ. അപ്പൊ നമ്മളെ വിചാരിക്കേണ്ട ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞ്, ഇവരെല്ലാം തിന്നല് കഴിഞ്ഞ് എന്തിനാ നമ്മൾ അതിന് കാത്തിക്കുന്നത്? നമ്മൾ മാക്സിമം അരിവിന്റെ മുമ്പേ തന്നെ തിന്നുക, അരിവിന്റെ ഏഷ്യന്റെ ഇടക്ക് ഇരുന്ന് ഓതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി കിടക്കുക അല്ലെ. വീട്ടിലുള്ളവരെ ഫുള്ള് കാര്യങ്ങൾ തീർത്തിട്ടേ ഞാൻ തിന്നുന്നുള്ളൂ, ഞാൻ ഉറങ്ങുന്നുള്ളൂ എന്ന് അങ്ങനെ വിചാരിച്ചാൽ ഒരു സംഗതി നടക്കൂല. എനിക്കറിയുന്ന ഒരു ഉമ്മ ഉണ്ട്. ഉമ്മ നല്ല കാലത്ത് കുട്ടികൾ 2 ആൺകുട്ടികൾ, ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് വരുന്നവരെ ഉറങ്ങൂല. അതിപ്പോ വന്നിട്ടില്ല, എനിക്ക് ഉറക്കം കിട്ടൂല, ആരെങ്കിലും വാതിൽ ഉറക്കാൻ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങൂല. അങ്ങനെ പിന്നെ പറയാൻ 2 കുട്ടികൾ ആൺകുട്ടികൾ, അവരെന്തോ ആയിപ്പോയേക്കോ, എന്തെങ്കിലും ആക്സിഡന്റ് ആവുമോ, സ്കൂട്ടർമന്ന് വീണേക്കോ, ഇങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു ഉമ്മന്റെ 2 മക്കൾക്കും നല്ല ആക്സിഡന്റ് ഒക്കെ പറ്റുകയും ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് വി ആർ വെയിറ്റിംഗ് ബട്ട് ഫോർ, അതും നമുക്ക് സംഭവിക്കും എന്നാണ് ഇപ്പൊ ശാസ്ത്രം പറഞ്ഞോളാവൂല, നമുക്കറിയില്ലേ, എന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പൊ സംഭവം ശരിയാണ് അല്ലേ. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് അവര് ഉറങ്ങണില്ല. ഈ കുട്ടികളെല്ലാം കല്യാണം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ ഒന്നും കുറക്കേയില്ല രാത്രി. അപ്പൊ നമ്മളെ ബോഡി നമ്മൾ എന്താണോ ട്രെയിൻ ചെയ്ത് വെച്ചത് അതുപോലെ ആയിരിക്കും. വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, പലപ്പോഴും എനിക്കുള്ള ഒരു അനുഭവം പറയാമേ. ഞാനിപ്പോ വിത്തറും സ്വലാത്തൊക്കെ മുഴുവൻ ആക്കാണ്ട് ചില വല്ലാത്ത ക്ഷീണം വെച്ച് കട്ടുമ്പോ കിടന്നിട്ട് എന്തെങ്കിലും പിന്നെ മുൽക്കോ സജ്ജത ഓടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തറ എടുക്കാനോ ഇരുന്ന ഈ 10 മണിക്ക് തുടങ്ങിയത് 11 മണിക്കായാലും കിടന്ന് ഓതിയാൽ അത് തീർന്നിട്ടുണ്ടാവില്ല. അത് സ്റ്റാൻഡിലിട്ട് സൈക്കിൾ ഔട്ടുമ്പോലത്തെ ഒരു അനുഭവം. സൈക്കിൾ അങ്ങോട്ട് പോകില്ലല്ലോ, സ്റ്റാൻഡിലിട്ട് സൈക്കിൾ ഔട്ടിയാൽ. അതുപോലെ ഞാനും ഇങ്ങനെ ചെല്ലുന്നുണ്ട്, പക്ഷെ ഉറക്ക് വരുമ്പൊക്കെ ഞാൻ ബ്രേക്ക് ആക്കോടെ നിൽക്കുന്നത് ചെല്ലട്ടെ, അത് ചെല്ലട്ടെ എന്നാലും. അപ്പൊ ആ ഒരു അവസ്ഥ കൊണ്ട് ഞാനിപ്പോ മനസ്സിലാക്കി എന്താന്ന് വെച്ചാല്, നമ്മൾ മുഴുവൻ ചെല്ലി തീർത്തതാക്കിയിട്ട് തന്നെ കിടന്നാൽ മതി. അവസാനം കിടക്കുമ്പോൾ ചെല്ലാനുള്ള ആ ദുആ ആണ് അത് ഞാൻ പറഞ്ഞത്.
അപ്പൊ ഇത് നമുക്ക് ഉറക്കിനെ ബ്രേക്ക് ചെയ്യുന്ന, ഉറക്കിനെ എന്താണ് ഹോൾഡ് ചെയ്യുന്ന ഒരു വലിയൊരു വിഷയമാണ് ചൊല്ലല്ലേ. നമുക്കിത് മുഴുവൻ ചെല്ലണം. പക്ഷെ കിടന്നു കഴിഞ്ഞാൽ അത് ചെല്ലാ തീരൂല, ചെല്ലാൻ മുഴുവൻ ആവൂല. നമുക്കാണെങ്കിൽ അത് ചെല്ലിയൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടൂല. അപ്പൊ മാക്സിമം ഇരുന്ന് തന്നെ ചെല്ലാൻ ശ്രമിക്കും. ഇനിയിപ്പോ പറ്റില്ല എന്ന് വിചാരിച്ചോളൂ, ഇപ്പൊ ഏഷം നിസ്കരിച്ചിട്ട് ഉണ്ടല്ലോ, ഒന്നോട് കൂടി പോയി കിടക്കുക, എല്ലാം ചെല്ലുക, എല്ലാം ചെല്ലി എല്ലാ പണിയും കഴിഞ്ഞ് കിടന്ന് എണിച്ച് കുറച്ച് കഴിഞ്ഞ് അടുക്കളയിൽ പോയിട്ട് ആർക്കെങ്കിൽ നമുക്ക് കുട്ടൊക്കെ അടിച്ചു കൊടുത്താൽ പ്രശ്നമില്ല. കാരണം നമ്മളെ ചെല്ലലും എല്ലാം കറക്റ്റ് നടന്നല്ലോ. എന്നിട്ട് പോയിട്ട് വീണ്ടും മുഖമെടുത്ത് കിടക്കുക. അപ്പം പിന്നെ ചെല്ലുന്ന പ്രശ്നമില്ല. ചെന്ന് നമ്മൾ ബെഡിലെത്തിയ പാട് ഉറങ്ങാല്. ഇതൊക്കെ ഒരു ഇൻസോമിയ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ പിന്നെ തഹജ്ജുദ് നിസ്കാരക്കാരെ കുറിച്ച് പറയാൻ, അവർ രാത്രി സമയത്ത് സാധാരണ ആളുകളെ പോലെ നിദ്രയിൽ മുഴുകി സമയം അവര് സൊറ പറഞ്ഞിരുന്നിട്ടൊന്നും സമയം കൊല്ലുന്നവരല്ല. അവര് സമയത്തിന് കിടന്നുറങ്ങും. എന്നിട്ട് എണീച്ചിട്ട് തസ്ബീഹ്, ദിക്ർ, ദുആ ഇങ്ങനെ കണ്ട കാര്യങ്ങളിലൊക്കെ ഖുർആൻ പാരായണം രാത്രി തഹജ്ജുദിന് എണീറ്റ് നിസ്കരിച്ച്. ചിലര് കാണാം നമ്മൾ കുറേ ഓതും അറിയട്ടോ. ഖുർആൻ ഓതണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഖുർആന് തഹജ്ജുദിൽ ഓതുകയാണെങ്കിൽ അത് മാക്സിമം നിസ്കാരത്തിൽ തന്നെ ഓതാൻ ശ്രമിക്കുക. നിസ്കാരത്തിൽ ഓതുന്ന ഓരോ ആയത്തിനും കണക്കില്ലാത്ത പ്രതിഫലം. അതുകൊണ്ട് തഹജ്ജുദിന് ഓതുമ്പോൾ നിസ്കാരം അത് ഫോൺ ഉപയോഗിച്ച് ഓതാം, അല്ലാതെ മനപ്പാട സൂറകൾ ഓതാം. അതല്ലെങ്കിൽ ഇപ്പൊ ഈവൻ വൺ ജ്യൂസിന്റെ മുസാഫ് ഇറങ്ങുന്നുണ്ട് ഗൾഫിലൊക്കെ, അമ്മന്റെ ദ്വാര തബാറക്കന്റെ വരെ, അങ്ങനെ ഈവൻ ഓരോരോ ജ്യൂസ്. അപ്പൊ അതാണെങ്കിൽ നമ്മൾ കൈ പിടിച്ച് ഓതാനും എളുപ്പമുണ്ട് അല്ലെ. അധികം ഫോണാണ്, അങ്ങനെയും ഓതാം. അപ്പൊ മാക്സിമം രാത്രി തഹജ്ജുദിൽ ഓതുന്നവന് വെറുതെ മുസാഫിൽ ഓതണ്ട, അത് ആ സമയം നിസ്കാരത്തിൽ തന്നെ ഓതാൻ ശ്രമിക്കുക അല്ലെ. അപ്പൊ അധിക സമയവും അവര് تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا مما رزقناهم ينفقون. നമ്മൾ ദിവസവും ഓതുന്ന ആയത്താണ്. അവരുടെ പാർശ്വങ്ങൾ കിടപ്പറകൾ വിട്ട് അകലുന്ന നല്ലത്. അതായത് അവർക്ക് കിടന്ന ആ സമയത്ത് ഉറക്ക് കിട്ടൂല എന്നില്ല. അത് എത്ര മാത്രം ഒരു ആപ്റ്റായ പോയിന്റാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഓരോ സഹോദരിമാർക്കും അറിയാം അല്ലെ. നമുക്കൊന്നും കിടന്നാ കിടപ്പ് മുറുകൂല, ഇടിച്ചില്ലാലോ നിസ്കരിച്ചില്ലാലോ അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്ക് കുറവാണ് അല്ലെ. അവിടെ അത്താഴ വേളകളിൽ പാപമോചനം ചെയ്യുന്നവരായിരിക്കും. അവർ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും. അവർക്ക് സ്വസ്ഥത, മനസാന്നിധ്യം, ജോലി തിരക്ക്, പ്രാർത്ഥന, ഇതൊന്നും അവരെ പ്രാർത്ഥനകളെ, ദിക്റുകളെ, ദുആകളെ അവര് ബാധിക്കൂല അല്ലെ. അവർക്കും ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കും പല ഗുളികകളും ഉണ്ടാവും. പക്ഷെ അവർ ഗുളികകളെ കുറിച്ച് ബോധേഡല്ല അല്ലെ, ബോധേഡല്ല. ചില സ്ത്രീകൾ വേഗം പറയാം എനിക്ക് ഷുഗറിന്റെ ഗുളിക മറ്റേ, പക്ഷെ അതിനേക്കാൾ 10 ഗുളികയൊക്കെ ഒന്നിച്ച് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് കമ്പൾസറി തഹജ്ജുദ്. അപ്പൊ അവരത് നിസ്കരിക്കുക തന്നെ ചെയ്യും. അവർക്ക് അത് നിർബന്ധമായതുകൊണ്ട് അള്ളാഹു അതിനുള്ള തൗഫീഖും അവർക്ക് നൽകും. അപ്പൊ അങ്ങനെ തഹജ്ജുദിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഇറങ്ങി പോണവർക്കാണ് അള്ളാഹു ഉറക്കം ഇബാദത്താക്കുന്നത്. ഉറക്കം ഇബാദത്താകുന്നത് ഈ നെയ്യത്തിൽ ഉറങ്ങിപ്പോകുന്നവർക്ക് മാത്രമല്ല, എഴുന്നേൽക്കുന്നവർക്ക്. അവരെ നെയ്യത്ത് എന്താ, വേഗം എണീക്കണം, എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം അല്ലെ, കുറെ ദുആ ചെയ്യണം, ദിക്ർ എടുക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കണം അല്ലെ. നമ്മളൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ അല്ലെ. കുട്ടികൾക്ക് സ്വർഗം കൊടുക്കണം അല്ലെ, കുട്ടികളെ പിന്നെ നല്ല നിസ്കാരമുള്ള മക്കളാവണം, ഭർത്താവിന് ജോലി വേണം, വീടാവണം, മക്കളെ കല്യാണം, അങ്ങനത്തെ വളരെ പരിമിതമായ കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കൽ. ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളാണ്. കുട്ടികളെ കോളേജിൽ പോകുന്നത്, അവർക്ക് സീറ്റ് കിട്ടുന്നതും, ഭർത്താവ് ഗൾഫിൽ നിൽക്കുന്നതും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ അടുക്കള പണി തീർന്നിട്ടില്ലെങ്കിൽ അതുവരെ ചോദിക്കും അല്ലെ. വളരെ വല്ലാത്ത പണിയാണ് റബ്ബെ പണി തീർത്തിട്ട് തീരുന്ന. അപ്പൊ അള്ളാഹു അതിന് നമുക്കൊരു ഒഴിവ് തരില്ലേ. അള്ളാഹു എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊക്കെ ഒരു ഒഴിവ് തരും. അള്ളാഹുവിനോട് ചോദിച്ചിട്ടേക്കുക എന്നാ പറഞ്ഞല്ലേ. ചോദിച്ചാൽ എന്നെങ്കിലും ചിലപ്പോ ഉടനടി സഡൻലി തന്നെ കിട്ടും, ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അങ്ങനെ അപ്പൊ ഈ തഹജ്ജുദ് നമസ്കാരക്കാരെ കുറിച്ചിട്ട് ഒരുപാട് അള്ളാഹു പറയുന്നുണ്ട് അല്ലെ. അവർക്ക് എപ്പോഴും ഭയമാണ്. അള്ളാഹു എന്റെ നിസ്കാരം സ്വീകരിക്കൂലേ. അവർക്കാണെങ്കിൽ രാത്രി കിടന്നാൽ ഏതായാലും തത്തജാഫാജുനൂബും കടപ്പറകൾ വിട്ടകലും. നിങ്ങൾക്കറിയാം രാത്രി 2 മണി സമയത്തൊക്കെ നമ്മളൊന്ന് എണീറ്റ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് അന്നേരം പിന്നെ നമുക്ക് കിടക്കാൻ പോകുമ്പോ അന്നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് മേലോട്ട് വലിച്ച് ഭർത്താക്കന്മാരുള്ളാണെങ്കിൽ ഒന്ന് ടൈറ്റായി കിടന്ന നല്ലൊരു ആശ്വാസം. പക്ഷെ അത് സാധാരണ എല്ലാവർക്കും ആ ആശ്വാസം കിട്ടൂല അല്ലെ.
ഇത് നിസ്കരിക്കുന്നവർക്ക് അപ്പോഴും അതിനുള്ള എണീറ്റോടെ ഏത് തണുപ്പാവട്ടെ, ഏത് AC ആവട്ടെ, ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവട്ടെ, ഒരു ചെറുപ്പക്കാരനാവട്ടെ, കല്യാണം കഴിഞ്ഞ പാടുള്ളതാവട്ടെ, എന്തോ ആയിക്കോട്ടെ അല്ലെ, നിസ്കരിക്കണോ എന്നുള്ള നെയ്യത്തുള്ളവർക്ക് ആ ഭർത്താവും ആയ അറ്റ്മോസ്ഫിയറും ആയ ആംബിയൻസും ഒട്ടുമത്തെ ഒന്നും ഒരു വിഷയമല്ല അല്ലെ. അവരത് എണീറ്റ് ഓടും അല്ലെ, എങ്ങനെയെങ്കിലും എണീറ്റ് നിസ്കരിക്കും. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കേട്ടിരിക്കണം. പല താലമുനസും أخفي لهم من قرة أعين جزاء بما كانوا يعملون. അതിനാൽ കൺകുളിർമയായിട്ട് അവർക്ക് എന്തെല്ലാമാണ് ഗോപ്യമാക്കി വെച്ചിരുന്നത് അള്ളാഹു പറയാണ്. അത് ഭയങ്കര ഒരു ഒളിപ്പിച്ച് മാഫിയലഹും അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച സാധനങ്ങൾ ഈ ജിബിരിൽ അലൈഹിസ്സലാമിനെ പോലും കാട്ടിക്കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്വർഗം കാണിക്കാൻ കൊണ്ടപ്പോ ഒരു പരിധിയിലെത്തുമ്പോ ജിബിരിൽ അലൈഹിസ്സലാമിനെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല. അത്ര പോലും ഒഹ്ഫിയലഹും എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളാണ്. അതൊക്കെ നല്ലതാണ്. ഞാൻ പിൻട്രസ്റ്റില് പിന്നെ അതെടുക്കുമ്പോ വീഡിയോസ് ഞാൻ എടുത്ത് ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ഞാൻ കാണും. അപ്പൊ കാണുമ്പോ ഒക്കെ എന്റെ ഉദ്ദേശം എന്താ, ചില ഭൂമിയിൽ ഇത്ര മാത്രം അനുഗ്രഹങ്ങളും ഭംഗിയും സൗന്ദര്യവും ഒക്കെ നീ വിളയാടിയിട്ടുണ്ടെങ്കിൽ എന്റെ അവിടുത്തെ സ്വർഗത്തിന്റെ, അവിടുത്തെ റിസോർട്ടിന്റെ, അവിടുത്തെ ഈ പിന്നെ എന്തുണ്ടല്ലോ എന്താണ് വാട്ടർഫോളിങ്ങിന്റെ ഒക്കെ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഒരു ഭംഗി എന്തായിരിക്കും റബ്ബേ. ഞാൻ അതിങ്ങനെ ഓർക്കാൻ വേണ്ടി നല്ല നല്ല ഡ്രസ്സാണ് വെക്കാൻ ഞാൻ വിചാരിക്കും. ഇവിടെ ഈ ഡ്രസ്സാണെങ്കിൽ എത്രയോ ഡ്രസ്സ് ഒന്നിച്ചാണ് അത്ര സ്വർഗത്തിൽ ഇടുക. അതിന്റെ ഒരു കൗലെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. നമുക്ക് ഏറ്റവും ടൈമിൽ ഒരു ഡ്രസ്സ് ഇട്ടാലല്ല ആരെയും കാണിക്കാനോ ആക്കി കണ്ടാലും ഇത് ഒരുപാട് ഡ്രസ്സ് ഒന്നിച്ചിടുന്നതിന്റെ അതിന്റെ ഒരു എന്താ അതിന്റെ പക്വത എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലാതെ സ്വർഗത്തിലത്തെ പല കാര്യങ്ങളും നമ്മളെ മുമ്പിൽ കണ്ണിനും നമ്മളെ ബുദ്ധിക്കും നമ്മളെ വിവരത്തിനും നമ്മളെ കാഴ്ചശക്തിക്കും നമ്മളെ ബുദ്ധിശക്തിക്കും ഒതുങ്ങുന്നതല്ലാതെ ഇതല്ല പറയുന്നല്ലേ. ഭർത്താവിന് എത്രയോ ഭാര്യമാരുണ്ടാവും. അത് തന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പിന്നെ മുത്തുകൾ പോലെയുള്ള പണിമേടകളിലൊക്കെ പോയിരുന്ന ഭർത്താവ് മറ്റേ കൂർലിങ്ങളായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ കാണൂല എന്നാ പറഞ്ഞില്ലേ. അതൊരു ഹിക്കുമാണ്. അതെന്തായാലും നമ്മൾ കണ്ടാൽ നമുക്ക് കഴിക്കൂല അല്ലെ. അതുകൊണ്ട് അതുപോലെ എന്തെല്ലാം കൺകുളിർന്നുള്ളത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അവിടെ പോയാലല്ലാണ്ട് ഒരാൾക്കും കാണാൻ പറ്റില്ല അല്ലെ. എന്നിട്ട് അല്ലാണ്ട് ഒരു ഡയലോഗ് കിട്ടണം. അപ്പമൻകാന മോഹനൻ കമൻകാന പാസുക്കല്ല ഇസ്തമോ. ഇല്ലയോ സത്യവിശ്വാസികളെ തോന്നിയാസം കളിക്കുന്നു സത്യവിശ്വാസി ഒരുപോലെ നിങ്ങൾ വിചാരിച്ചിടോ അത് ചോദിക്കുക. നിങ്ങൾ വിചാരിച്ചിരിക്കണ മനുഷ്യന്മാര് തോന്നിയാസികളും സത്യവിശ്വാസികളും ഒരുപാടാണ്. ഓലിക്ക് കൊടുക്കാനുള്ള ഞാൻ ഇവിടുന്നും കൊടുക്കും, കണക്കെടുത്ത് അവിടുന്ന് കൊടുക്കും അല്ലെ. ഇവിടെ നമ്മൾ എല്ലാ വിഷയത്തിലും എല്ലാ പ്രയാസങ്ങളിലും അല്ലാതെ നമ്മളെ കൂടെ ഉണ്ടാവും അല്ലെ. അല്ലാതെ കൂടെ നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിപ്പോ എന്താ പ്രശ്നം എങ്ങനെ തീർക്കാന്ന് വിചാരിച്ചാല് ആ സമയത്ത് അല്ലാഹു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളെ ഇടപെട്ടിട്ട് നമ്മളെ ആ പ്രശ്നം തീർത്തരും. അതല്ല നമുക്ക് പൈസ ഇല്ല, നമ്മൾ ഒരുപാട് എല്ലാവർക്കും കരം കൊടുക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഒരു അർജന്റ് ഒരു രജിസ്ട്രേഷന് വേണ്ടി 4 ലക്ഷം ഉറുപ്പ്യ വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹിനോട് ചോദിച്ചാൽ ഇതുപോലെ ഒരിക്കലും കിട്ടൂലാന്ന് വിചാരിച്ച ആളോട് നമുക്ക് ആ പൈസ തരും, അള്ളാഹു വാങ്ങി തരും. അങ്ങനാണ് അള്ളാഹു ചോദിക്കാം അള്ളാന്റെ ഒരാളെ നിൽക്കാറാക്കിയതല്ലോടാ. അപ്പം എന്താണ് മോമിനും കവൻകാന പോസിക്കല്ലാസവും മനുഷ്യന്മാരെ നിങ്ങൾ വിചാരിക്കും ഒന്നാണ് ഭൂമിനികളും മുത്തഖീകളും കാഫിറുകളും ഒന്നാണെന്ന് അവർക്കുള്ളത് ഞാൻ കൊടുക്കും. അത് ഞാൻ ലഹുമ്മ ഒഹ്ഫിയലഹും ഇല്ല മാ ഒഹ്ഫിയലഹും അവർക്ക് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പലതും. അതൊന്നും ഞാനിപ്പോ പറയുകയില്ല, പറഞ്ഞിട്ട് നമുക്ക് തിരികെയില്ല. കാരണം അവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഒരു വസ്ത്രത്തിന്റെ കാര്യം തന്നെ ആലോചിച്ചൊക്കെ ഒന്നും രസം പിടിക്കട്ടില്ല. കാരണം നമ്മൾ ആലോചിക്കാൻ പോത്താല്. അപ്പൊ അങ്ങനാണ് ആ സ്വർഗത്തിന്റെ കാര്യങ്ങളില്ലേ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു നല്ലൊരു ദുആ ഉണ്ട്. ആ ദുആ അല്ലെ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വൽജഹ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത അല്ലെ. ഈ ഒരു ദുആ അല്ലാഹുവേ ഞാൻ നിന്നിൽ നിന്ന് കീഴ്പ്പെടുത്തി വെക്കുകയും എന്റെ കാര്യങ്ങൾ നിന്നിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴാ ചെല്ലുന്ന കിടക്കാൻ നേരം എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിക്കുകയും ചെയ്തിരിക്കുന്നു, എന്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് തിരിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്നിൽ നിന്നുള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടും നിന്നെ ഭയന്നുകൊണ്ടും നിന്റെ മാർഗത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയല്ലാതെ യാതൊരു രക്ഷയോ അഭയമോ ഇല്ല തന്നെ. നീ ഇറക്കിയ വേദത്തിലും നീ
ദൂതനിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരാള് രാത്രി അവസാനത്തെ വാക്ക്, മീൻസ് ശ്രദ്ധിക്കണേ, അവസാനത്തെ വാക്കായിട്ട് ഇതും ചൊല്ലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവന് മരിക്കുകയാണെങ്കിൽ ഫിത്രത്തിലായിക്കൊണ്ടായിരിക്കും മരിക്കുക. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്രത്ത് എന്ന് പറഞ്ഞാല് അതായത് എന്ന് വെച്ചാൽ ഏറ്റവും പൈതമക്കളെ പോലെ, പൈത കുട്ടികൾ അങ്ങനെയാണല്ലോ, അവർക്ക് എന്താ പറയാ, നിഷ്കളങ്കത്വം അല്ലെ, അതുപോലെ ആ അവസ്ഥയിലായിരിക്കും നമ്മൾ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്തൊരു പോലെ. അങ്ങനെ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാല് പിന്നെ ചില ഹദീസുകളിൽ കാണാം, പിന്നെ നമ്മളൊന്ന് പറയരുത്. അപ്പൊ നമ്മൾ ഹസ്ബൻഡൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ പലതും അങ്ങോട്ട് കൊണ്ട് പറയൂലേ, അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ഇത് ചെയ്തിട്ട് കിടക്കുക. പിന്നെ കിടക്കുമ്പോൾ വലത്ത് ഭാഗത്തേക്ക് തല ആയിട്ടും പടിഞ്ഞാറോട്ട് മുഖം തിരിച്ചിട്ടും വലതു ഭാഗം ചരിഞ്ഞിട്ടൊക്കെ കിടക്കലാണ് അതിന്റെ സുന്നത്ത്. ഇപ്പം പറ്റൂലെങ്കിൽ വല്ല നമ്മളെ കിടക്കന്റെയും റൂമിന്റെയും ബെഡിന്റെ ഒക്കെ അവസ്ഥ അനുസരിച്ച് മാറിയൊക്കെ കിടക്കാം. പക്ഷെ സുന്നത്തിന് വടക്കോട്ട് തല, പടിഞ്ഞാറോട്ട് മുഖം തിരിക്കുക, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഷൂർന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ചെരിഞ്ഞായിരിക്കണം കിടക്കുന്നത്. അങ്ങനെ. പിന്നെ ഉറക്കം ഒരു ഇബാദത്താണ്, അത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുമ്പോൾ മാത്രമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെ ആയിരിക്കണം ഒരു സത്യവിശ്വാസി കിടക്കാൻ പോകുമ്പോ? എനിക്ക് തഹജ്ജുദ് എണീക്കണം, കുറെ ദുആ ചെയ്യണം, കുറെ ദിക്ർ എടുക്കണം, കുറെ ഓതാൻ നിസ്കരിക്കണം എന്നുള്ള മനസ്സോടു കൂടിയാണ് ഉറങ്ങുന്നതെങ്കിൽ അവന് ഉറക്കം ഒരു ഇബാദത്താണ്. മാത്രവുമല്ല അവന്റെ ബോഡിയിൽ അവന്റെ ശരീരം സംരക്ഷിക്കാൻ, അവനെ കാത്തുകൊള്ളാൻ എന്തുണ്ട്, ഒരു മലക്കിനെയും കൂടെ അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കൂലേ. അതായത് ആയത്തുൽ കുർസി ആരെങ്കിലും മൻകറ ആയത്തുൽ കുർസിയിൽ ഇല്ലയില്ല, ആരെങ്കിലും രാത്രിയിൽ ആയത്തുൽ കുർസി ഓതി കിടന്നാണെങ്കിൽ അവനോടൊപ്പം അള്ളാഹു ഒരു മലക്കിനെ അവന് സംരക്ഷണത്തിന് വേണ്ടി അയക്കുന്ന പാട്ട് അല്ലെ. നമ്മുടെ കൂടെ മലക്കുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ, സെക്യൂരിറ്റിനായിട്ട് വിളിക്കാൻ എത്ര പൈസ കൊടുക്കണം? ഈ കൊടുത്താൽ തന്നെ ആ സെക്യൂരിറ്റി തന്നെ നമ്മളെ വീട് കള്ളന്മാരെ വിളിച്ചെത്തി റോബ് ചെയ്യിപ്പിക്കൂല എന്ന് നമുക്കറിയില്ല അല്ലെ. സെക്യൂരിറ്റി നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, പൈസയും കൊടുക്കണം. പക്ഷെ അത് നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒരു 5 ആള് രാത്രി കിടന്നുറങ്ങുമ്പോ ആയത്തുൽ കുർസി ഓതുന്നോലാണ് ഈ 5 ആളെ പുറത്തിന്റെ ഉള്ളിലും ഈ മലക്കിനെ വേണ്ടല്ലേ. ഈ മലക്കുകൾ എത്ര വേണം? അള്ളാന്റെ ഒരു പ്രൊട്ടക്ഷന് നിങ്ങൾ നോക്കണം അല്ലേ. അങ്ങനെ ഉറങ്ങുന്നവർക്കാണ് ഈ ഉറക്കം എന്താകുന്നത്, ഉറക്കം ഒരു ഇബാദത്താകുന്നത് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനബി ബർസഹ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഹുൽ നൗമ ഖബ്ല ഇശാഇ വൽ ഹദീസ ബഅദഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇശാക്ക് മുമ്പ് ഉറങ്ങുന്നതും ഇശാക്ക് ശേഷം സംസാരിച്ചിരിക്കുന്നതും വിരോധിച്ചിരുന്നു. അതായത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അപ്പൊ നമ്മുടെയൊക്കെ ചില വീടുകളിലൊക്കെ സൊറയും തമാശയൊക്കെ എപ്പോഴാ പറയുന്ന വെച്ചാൽ ഈശ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട്. നമ്മുടെ കോഴിക്കോട്ടാണെങ്കിൽ നൈറ്റ് രാത്രി ജീവിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം. ഇപ്പൊ ബീച്ചിലൊക്കെ രാത്രി പോയാൽ വാലിയക്കാറ്റ് പെൺകുട്ടികളും ആൺകുട്ടികളും വണ്ടിയും കാറും എടുത്ത് അവർക്ക് നൈറ്റ് ലൈഫ്, അതായത് മലേഷ്യ അങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ ഉള്ള, ബോംബെയിൽ അങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ അവിടെയൊക്കെ പത് നിർത്തി ഇവിടാണ് ഇപ്പൊ ഭയങ്കരമായിട്ടില്ലേ നൈറ്റ് ലൈഫ്. അള്ളാഹു ഇതിപ്പോ ഗൾഫിൽ നിന്ന് വന്നൊരു സ്വഭാവമാണ് അല്ലേ. നൈറ്റ് ലൈഫ് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് പറഞ്ഞ ദേശവാൻ കൊടുത്താൽ നമ്മൾ കിടന്നുറങ്ങിക്കോളിന്ന്. പക്ഷെ അവിടെയൊക്കെ ഗൾഫിലൊക്കെ നൈറ്റ് ലൈഫാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ആയി വരിക. നേരെ വെളുക്കോളം ആസ്വദിച്ച് ചിരിച്ച് വരച്ച് വർത്താനം പറഞ്ഞ് കാറ്റും കൊണ്ടിരിക്കും. പിന്നെണ്ടോ അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ നേരം, പിന്നെണ്ടോ അവര് സുബഹി നിസ്കരിക്കുന്ന, ആ ഒന്ന് കിടന്നുറങ്ങിപ്പോകൂലേ അല്ലേ. മാതല്ല അങ്ങനത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തെയൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതിനു വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി പല പരിപാടികൾ ഇന്നലെ ഓൺ ദ വേ നമ്മള് ബീച്ചിൽ കൂടെ ആയിരുന്നു ഇതൊന്ന് പോയി തിരിച്ചു വന്നപ്പം കണ്ടിട്ട് ഭയങ്കര പോപ്പ് മ്യൂസിക് ഇട്ട് അടിച്ച് പൊളിക്കുന്ന ആണുങ്ങളും ബൈക്കും എത്ര ആൾക്കാരെ. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അള്ളാഹുവും വേണ്ട, അള്ളാന്റെ സ്വർഗവും വേണ്ട, സ്വർഗത്തിൽ ആസ്വാദികതയും വേണ്ട അല്ലെ. ഇവിടെ തന്നെ എല്ലാം പൊളിച്ചു തീർക്കാന്നുള്ളൊരു വിചാരമായിരിക്കും. അപ്പം മനസ്സിലാക്ക സഹോദരിമാരെ, തഹജ്ജുദിന്റെ കാര്യത്തിൽ ഉറക്കിന് നോ കോംപ്രമൈസ് പറ്റുള്ളൂ. ഉറക്കിന് പല കാരണങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഉറക്ക് ഇല്ലാത്തവർക്ക് അങ്ങനെ ഉറക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്, ഉറക്ക് തോന്നുള്ളവർക്ക് കുറക്കണമെന്നുള്ളതും അങ്ങനെ. അപ്പൊ ഈ ഉറക്ക് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. ഈ പ്രതിഫലം നമുക്ക് നേടിയെടുക്കണം അല്ലെ. നമ്മൾ ഓരോ ഉറപ്പും ഇനിയിപ്പോ പകൽ നമ്മൾ ഉറക്കം ഉറങ്ങാന്ന് വിചാരിച്ചോളൂ, അതും പ്രതിഫലാർഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ചക്ക് കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞിക്കണേ. പിന്നെ
ദുഹാ നമസ്കാരം കഴിഞ്ഞിട്ട് കൈലൂല്യത്തിന്റെ ഉറക്കെന്നും പറഞ്ഞിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 10-20 മിനിറ്റുകൾ മാത്രമാണ് ഉറക്കം. ആ ഉറക്കം മാത്രമേ പാടുള്ളൂ. അത് നമ്മളെ ബോഡിക്ക് നല്ലതാണ്, ബ്രെയിനിന് നല്ലതാണ്, മസ്തിഷ്കത്തിന് നല്ലതാണ്. നമുക്ക് എനർജി കിട്ടും. ഇപ്പൊ ഒരു ഉച്ച സമയത്തൊക്കെ ഒരു 11 മണിക്ക് നമ്മൾ ലുഹ നിസ്കരിച്ച് നമ്മൾ ലുഹറിനെ വെയിറ്റ് ചെയ്യാം. ലുഹറിനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കുകയും ആകാശത്തിലേക്ക് അമലുകളൊക്കെ കയറിപ്പോണ സമയമാണല്ലോ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം കിടന്നാല് ഈ വിശ്വാസികളായ സ്ത്രീകൾ ഉറങ്ങിപ്പോകും. കാരണം അവർക്ക് തഹജ്ജുദ് നിസ്കാരത്തിന്റെ ബാക്കി വെച്ച ഉറക്കണ്ട. ഒരു 10-15 മിനിറ്റ് അതേ പാടുള്ളൂ, അത്രേ ഉറങ്ങാവും. അങ്ങനെ അതിനിപ്പോ അല്ലാത്ത സമയത്ത് നമ്മൾ കിടന്നാല് ഒരു 10-15 മിനിറ്റ് ഉറങ്ങാം, അല്ലെ? അത് സുന്നത്താണ്, അത് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള. അതേസമയം മഗ്‌രിബിന്റെ മുമ്പ് ഉറങ്ങുന്നതോ അത് കറാഹത്താണ്, അല്ലെ? അത് വിരോധിച്ച സംഗതിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഉച്ചയുറക്കത്തിൽ മുഴുകുക, കാരണം പിശാചുക്കൾക്ക് ഉച്ചയുറക്കമില്ല. ഉച്ചയുറക്കം നമുക്ക് ഹലാലാണ്, ഉറങ്ങാം. പക്ഷെ പിശാചുക്കൾ അതേസമയം വൈകുന്നേരം 4 മണിക്കുള്ള ഉറക്കോ അത് ദീനും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, ആരോഗ്യശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. കാരണം പിന്നെ ഈ നീരിറക്കം, തലവേദന, പല്ലുവേദന, അവിടെ വേദന, ഇവിടെ വേദന, തടി കൂടൽ, അങ്ങനെ കണ്ട എല്ലാ ഡിസീസും അതിയാക്കുന്നതാണ് എന്ത് 4 മണിക്ക് ശേഷമുള്ള വൈകുന്നേരം അസറ് താന്ന് ഉറങ്ങിയാല് ബോഡിയിൽ പല ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ വൈദ്യശാസ്ത്രവും പറയുന്നില്ല. പിന്നെ വേറൊരു സംശയം, ജനാപത്തുകാരനായിട്ട് ആരെങ്കിലും രാത്രി കിടക്കാൻ വിചാരിച്ചാൽ അവൻ കുളിച്ചിട്ട് കിടക്കണം. കുളിക്കാൻ പറ്റിയെങ്കിൽ കുളിക്കുക, അതിന് പറ്റിയ കാലാവസ്ഥയൊക്കെയാണെങ്കിലും വെള്ളം ഉണ്ടെങ്കിലൊക്കെ ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ എന്താക്കാന്ന് വെച്ചാൽ വുളു ചെയ്തിട്ട് കിടക്കാം. വുളു ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ അടുത്തേക്ക് മലക്കുകൾ വരില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ മിക്ക സ്ത്രീകളും ഈ കംപ്ലൈന്റ് പറയൽ എന്താണ്, ഭർത്താക്കന്മാരെയും കുട്ടികളാണല്ലേ. ഞാനീ പറഞ്ഞ പോലെ ഭർത്താക്കന്മാരെയും എന്തിനങ്ങനെ കടന്നുറങ്ങുന്നത്. ഇപ്പൊ രാത്രി അല്ലാണ്ട് ലേറ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാത്ത ആണുങ്ങൾ ഉണ്ടാവും. അത് അവരെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ ശീലിപ്പിച്ച പെണ്ണുങ്ങൾ ഉണ്ടാവും. ഞാനൊക്കെ എന്ന് വെച്ചാൽ 3 രീതിയിലാണ് എന്റെ ഹസ്ബൻഡിന് നല്ല ചൂടുള്ള മീനും മടക്കിയ പത്തിരിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. എന്റെ മോനെ എന്നെ പരിഹസിമ്മ നന്നാക്കി ഉണ്ടാക്കിയാൽ മനസ്സിലാക്കാൻ നമുക്ക് ആരോ വരാനുണ്ട്. അപ്പൊ വെച്ചാല് അത് 3 ശീലിപ്പിക്കുന്ന എന്തിനാ വെച്ചാല് ചില നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താൽ ടേസ്റ്റ് കുറഞ്ഞാൽ പിന്നെ തിന്നാൻ കിട്ടത്തില്ല. അത് നമ്മൾ അടുത്തിരുന്ന് കോരിട്ട് വാരിക്കൊടുത്ത് തിന്നിച്ചാല് നമ്മൾ അങ്ങോട്ടും കൊണ്ട് പോകാൻ ഒരു സമ്മതിക്കില്ല. പിന്നെ അവരുടെ അടുത്ത് തന്നെ നമ്മൾ ഇരിക്കാം, അല്ലെ? അങ്ങനൊക്കെ കുട്ടികളെ മാതിരിയാ, ദുർവാശിയാണ്. അതിനൊന്നും നമ്മളൊരു ചാൻസ് കൊടുക്കരുത്. നല്ല സ്നേഹത്തിൽ തുമ്മിക്കണം, അല്ലെ? അപ്പൊ സ്നേഹത്തില് തിന്നിക്കണം. ഇൻഷാ അല്ലാഹ് റെക്കോർഡിങ് തരും. സ്നേഹത്തിൽ തിന്നിക്കണം. ഞാൻ നല്ല ഇഷ്ടവും മടക്കിയ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ തിന്നിക്കും. അങ്ങനെ മീൻ പൊരിച്ച് നല്ല മീനൊക്കെ കൊണ്ടുവന്നാൽ ചൂടോടെ കല്ലുമ്മലിട്ട് അപ്പം തന്നെ പൊരിച്ചു വെക്കും. ഞാൻ അഥവാ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ തന്നെ ചിലപ്പോ ഒക്കെ തണുത്തത് ആദ്യമേ ഉണ്ടാക്കിയാൽ വെച്ച് ഞാൻ ഇവിടെ വന്ന് കിടക്കും. അങ്ങനെയും ചെയ്യും. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു എപ്പോഴും പറയുന്നത് ഓരോ കൊണ്ടതാണ് ഞാൻ കോരിട്ട് കൊടുത്താൽ ഇവർ കോരിക്കൊടുക്കുകയും വാരിക്കൊടുക്കുകയും ഉരുളാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഫുൾ ടൈം ചെയ്യേണ്ടത്. ചിലപ്പം ചിലപ്പം ചെയ്യാണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊന്നും അതിനൊന്നും സമ്മതിക്കാതെ ഇരിക്കില്ല. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ഇനിയിപ്പോ ഖുർആൻ പറഞ്ഞ ഉറക്കത്തിനെ കുറിച്ച് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലെ? കൈലൂര്യത്തിന്റെ ഉറക്കം ഉറങ്ങാം, കുഞ്ഞു കുഞ്ഞു ഉറക്കങ്ങൾ ഉറങ്ങാം. അതൊക്കെ നെയ്യത്ത് എന്ത് വേണം, ഒന്നുകൂടി കൂടിയായിരിക്കണം നിങ്ങൾ കിടക്കുന്നത്. കൈലൂര്യത്തിന് നമുക്ക് ലോഹാന്റെ നെയ്യത്തുണ്ട്. ലോഹറിന് നമ്മൾ ഭക്ഷണം കഴിച്ച് വന്ന് കിടക്കുമ്പോൾ അസറിന് ഒന്നും എടുത്തിട്ട് അസറിന്റെ നെയ്യത്തിലായിരിക്കണം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ഇങ്ങനെ വീണ്ടും വീണ്ടും കിട്ടുക. അങ്ങനെ ആയിരിക്കണം ഉറങ്ങുന്നത്. രാത്രി ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഉറങ്ങണം. അതിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം. രാത്രി ഉറങ്ങുന്നതിന്റെ ആംബിയൻസും എന്തൊക്കെ സെറ്റ് ആയാലും ഏത് ക്വാളിറ്റിയിലൊക്കെ കിടക്കണം എന്നൊക്കെ ഉണ്ട്. അതായത് ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എൻ്റെ ഒരു ഫാമിലിയിൽ ഇവര് ഗ്രൂപ്പിലുണ്ടോന്ന് എനിക്കറിയില്ല. അവര് ഞാൻ 10-15 കൊല്ലം 30 കൊല്ലം മുമ്പ് അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 8-9 മണിയായി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ എല്ലാവരും കൂർക്കം വലിച്ചു വന്നു. ചെറിയ മക്കളില്ലാത്ത വീടാട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, അവരെ ഹസ്ബൻഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. രാവിലെ തന്നെ പോകുമ്പോൾ ചോറും കറിയും പത്തിരി എല്ലാം ഉണ്ടാക്കി ഇല്ലതാക്കി. ചിലപ്പോ വാതിൽ തുറന്നിട്ട് ആരെ വീട്ടിൽ കയറിയാൽ വരെ അവരറിയില്ല. മാതിരി ഉറക്കാണ്. കുട്ടികളില്ലാത്ത വീടാണെന്ന് ഇപ്പോൾ പറഞ്ഞേക്കാനും ഇല്ലല്ലോ. അപ്പൊ അവരിപ്പോ ഞാൻ കണ്ടുവെച്ച ഭയങ്കര ഹെൽത്തി ആയിട്ട് നടക്കുന്ന ആ സ്ത്രീ. ഭയങ്കര ഹെൽത്തി അടുക്കുകയും ഭാര്യ മക്കളൊക്കെ വേറെ മാറി താമസിക്കും ഒറ്റക്ക. പിന്നെ അവര് അനിയന്റെ ഭാര്യമാരും അങ്ങനെ കണ്ട അവരെ ഏജുള്ള എല്ലാവരും ഒരുപാട് ഗുളികകൾ അയക്കും. ഒരൊറ്റ ഗുളികയില്ലാണ്ട് അവർ നടക്കും.
ഞാൻ വിചാരിക്കും അവരെ ഹെൽത്തിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ഈ ഉറക്ക പ്രിൻസിപ്പിളാണ് അല്ലെ. ഉറക്കിന്റെ ഒരൊറ്റ ഒരു ബെനിഫിറ്റ് ആണ് അവർക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഉറക്ക് കമ്പൾസറി. അതിനിപ്പോ ഭർത്താവായി കുട്ടികൾ. പിന്നെ വേറെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ മക്കളും മരുക്കളും ഉണ്ട്. അവര് കുട്ടികൾക്ക് ഒരു ജലദോഷമോ പനിയോ പ്രത്യേകിച്ച് അടുത്ത കുട്ടികളുണ്ടെങ്കിൽ അയ്യമ്മമാരെ കുട്ടികൾ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കൂല. രാവിലെ എണീറ്റ് വന്നിട്ട് വീട്ടിലെ പണിയെടുക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടക്കൊന്ന് മക്കളോട് പറയുന്നത് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകല് ഞാൻ നോക്കൂ, ഇനി ഒന്ന് പോയി റാഹത്തിൽ ഉറങ്ങി എന്നിട്ട് മക്കളെ അല്ലെങ്കിൽ മരുമകളാണെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് അവർ ഉറങ്ങാൻ വിടണം. അല്ലേ? അതൊരു വലിയ ബുദ്ധിമുട്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറെ അനുഭവിച്ചു. എന്നെ കുട്ടികൾക്ക് ഉറക്കില്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിട്ട് എത്രയോ ദിവസങ്ങൾ ഉറങ്ങാണ്ടിരുന്നിട്ട് രാത്രി ഒന്ന് കുട്ടികൾ നേരെ കൂടെ ചാടി താഴെ വീണവരെ അറിയില്ലേനെ അമ്മാതി ഉറക്കം ഉറങ്ങിപ്പോകും. കാരണം ഉറങ്ങലില്ല അതുകൊണ്ട്. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവരുണ്ടാവല്ലോ, നമ്മളെ ബന്ധുക്കളെ കൂടെ ഒക്കെ ആശുപത്രിയിൽ നമ്മൾക്ക് ഇങ്ങനെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ടി വരുമ്പോ അത് ഉമ്മക്കായാലും വേറെ ആർക്കാണെങ്കിലും ഇന്നിപ്പോ അനിയത്തി നിന്നാ പറയും നാളെ ഞാൻ നിന്നോളാം, ഇനി പോയി കിടക്കാൻ അല്ലെങ്കിൽ നാത്തൂനായാലും വേറെ ആരെങ്കിലും ഒരു ദിവസം ഒന്ന് മാറി നിൽക്കാം. അപ്പൊ അവർക്ക് സമാധാനത്തിൽ ഉറങ്ങാലോ. ഉറക്ക് എന്ന് പറഞ്ഞ ഒരു കടമാണ്. നിങ്ങൾക്കറിയത് ഉറക്ക് കടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കുക? അതൊരു കടമാണ്. ഞാനും എന്റെ മോളും, ഞാൻ എന്റെ വീട്ടിൽ ഞാനിപ്പോ എന്റെ മോള് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാലും ഒക്കെ എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ ഞാൻ കണക്കറിയില്ല. ഓളെ വീട്ടിൽ പോയി ഞാൻ കഴിച്ചാലും കൊടുക്കും അല്ല, ഓളും കണക്കും അറിയില്ല. പക്ഷെ അവളോട് ഒരു 5000 രൂപ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം. കൊടുക്കണ്ടേ? കൊടുക്കണം. എന്തായാലും നമ്മൾ കൊടുക്കണം. അങ്ങനെ തന്നെ തിരിച്ചു ഇങ്ങോട്ടോള് വാങ്ങിയാൽ ഓള് എനിക്ക് തിരിച്ചു തരും. അതുപോലെയാണ് ഉറക്ക്. ചിലർക്കുണ്ടല്ലോ വെറും ഒരു തൂങ്ങലും ഉറക്കും ഇങ്ങനെ. അപ്പൊ അവര് അതിന്റെ ഒരു തൂങ്ങലിന്റെ മെയിൻ പോളിസി എന്താ വെച്ചാല് തൈറോയിഡ് ഉണ്ടായ തൂങ്ങല് വരും കേട്ടോ. ആ ഒരു ടൈപ്പ് ചെയ്ത് ഞാൻ ഇപ്പൊ തൈറോയിഡ് മാറ്റിയപ്പോ കുറെ മാറ്റമുണ്ട്. അപ്പൊ ഈ ഉറക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉറക്കിന്റെ കടം, ഉറക്ക് കടം, ആ കടം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നസും ഉണ്ടാവില്ല. പറയാനും കഴിയില്ല, ചിന്തിക്കാനും കഴിയില്ല, ഖുർആൻ പഠിക്കാനും കഴിയില്ല. അങ്ങനെ ആവും. അപ്പൊ നിങ്ങൾ എന്ത് പറയുക? എനിക്ക് ഉറക്കമുള്ളവര് നല്ല ഉറക്കമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തഹജ്ജുദ് സുബഹിയും കഴിഞ്ഞിട്ട് ഒരു ദിവസം വിശാലമായിട്ട് അങ്ങ് ഉറങ്ങുക. ഉറങ്ങി അങ്ങ് തെളിഞ്ഞ അങ്ങക്ക് നല്ല പ്രശ്നസ് ഉണ്ടാവും. ഈ തൂങ്ങി 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 കളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉറക്കിന്റെ കടം വീടാനുണ്ട്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഉറക്ക് തൂങ്ങിക്കൊണ്ട് നിങ്ങൾ തഹജ്ജുദിനെ സമീപിക്കരുത്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ എതിരായി സംസാരിച്ചു പോകും. മനസ്സിലായില്ലേ? നമുക്ക് തന്നെ എതിരായി സംസാരിച്ചു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഉറക്ക് തൂങ്ങിക്കൊണ്ട് പിന്നെ വല്ലാണ്ട് ഉറക്ക് ബാലൻസ് വരുമ്പോ ഒരു ദിവസം റാഹത്തായിട്ട് കിടന്നുറങ്ങുക. അതിനിപ്പോ ഉമ്മ ഉറങ്ങുകയാണെങ്കിൽ മക്കള് സൗകര്യം ചെയ്ത് കൊടുക്കുക. മക്കള് പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ 10, 30, 35 വയസ്സായ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര വേദന. കുട്ടികള് പഠിപ്പിക്കല്, ഭർത്താവ് വശീകല്, അഴുകല്, തേക്കല്, ടിഫിനാക്കലൊക്കെ ഒരുപാട് പണിയുണ്ട്. അപ്പൊ അവരോട് പറയുന്ന റാഹത്തിൽ കിടന്നുറങ്ങിക്കും മോളെ, ഇന്ന് ഞാൻ കുട്ടികളെ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവര് നിങ്ങളെ ഉറങ്ങാൻ വിടണം ഇൻഷാ അല്ലാഹ്. അപ്പൊ പിന്നെ ഉച്ച ഉറക്കത്തിനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഉറക്കം പ്രതിഫലാർഹമാണ്. ഇപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞ ഖുർആനിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സയന്റിഫിക്കലി നമുക്ക് ഉറക്കം എങ്ങനെ എന്നതിനെ കുറിച്ച് ചിലത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖുർആനിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായല്ലോ അല്ലെ? അപ്പം സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങൾ അമേരിക്കയിലിട്ട് ഒരു 400 ആളുകളെ സ്റ്റഡി നടത്തിയിട്ട് അവർ റിസർച്ച് നടത്തിയിട്ട് സ്റ്റഡി പ്രൂവ് ചെയ്തതെന്ന് വെച്ചാല് പകൽ ഉറക്കം നല്ലതാണ്. അത് കണ്ടുപിടുത്തങ്ങൾ മാത്രമാണ്, മനുഷ്യന്റെ കണ്ടുപിടുത്തം. അത് മേ ബി പിന്നെ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ ലിവിങ് കണ്ടീഷനാണ് അവർ പറയുന്നത്. അതായത് 30 മിനിറ്റിൽ കുറഞ്ഞ പകൽ ഉറക്കം നല്ലതാണ്. 30 മിനിറ്റിൽ ഇതിൽ കുറച്ചുള്ള സമയമാണെങ്കിൽ ഉറക്കാം അല്ലെ? ഉറങ്ങാം. ആ സമയത്ത് ഉറക്ക് നമുക്ക് ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കും, BP കുറയും, ഷുഗർ കുറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേസമയം നമ്മൾ ഒരുപാട് സമയം മണിക്കൂറുകളോളം കിടന്നുറങ്ങുകയാണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ഒബിസിറ്റി വരും, ഭയങ്കര തടി വരും, നീരിറക്കം വരും, പിന്നെ ഹാർട്ടിന്റെ ബ്രെയിനിന്റെ ഫങ്ഷൻ ഒക്കെ കംപ്ലൈന്റിലാവും, കിഡ്നി പിന്നെ ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പ്രശ്നമാവും, രാത്രി ഉറക്കം കിട്ടൂല. അപ്പൊ ഒരു കാരണവശാലും രാത്രി പകലിനോ പകല് രാത്രിക്കോ മാറിക്കൊടുക്കരുത് അല്ലെ?
അത് കമ്പൾസറി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൗമും ലൈലും അത് രണ്ടും രണ്ടായിട്ട് തന്നെ തന്നതാണ്. ഇപ്പോഴത്തെ ഈ കൊറോണ കാലം കഴിഞ്ഞത് മുതലുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു ലൈഫാണ് അവർ ഫോളോ ചെയ്യുന്നില്ലേ. രാത്രി മുഴുവൻ ഫോണിൽ കളിച്ചു തിന്ന് അങ്ങോട്ട് ചാറ്റ് ചെയ്ത് ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് നമ്മളൊന്നും പറഞ്ഞാൽ നടക്കൂല, അത് വേറെ കാര്യം. എന്നിട്ട് പകലൊരു 11 മണി 12 മണി വരെ അങ്ങനെ ഒരിക്കലും കുട്ടികളും ചെയ്യരുത്, നമ്മളും ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരു ക്ലോക്ക്, ആ ക്ലോക്ക് പറയുന്ന വെച്ചാൽ രാത്രി മഗ്‌രിബിന് മുമ്പ് ഫുഡ് കഴിക്കുക, മഗ്‌രിബ് നിസ്കരിക്കുക, ഓതുക, ദിക്ർ എടുക്കുക, യശസ്കരിക്കുക, സല്ലല്ലാഹു പറഞ്ഞ് കിടന്നുറങ്ങുക അല്ലെ. അതാണ് അതിന്റെ ഒരു കൃത്യമായ റൊട്ടീൻ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാനീ പറഞ്ഞ പോലെ ആ സ്ത്രീക്ക് ഞാൻ പറഞ്ഞില്ല ഒരു പ്രശ്നമില്ല, അതുപോലെ ആരോഗ്യത്തിലും മറ്റു പല കാര്യങ്ങളിലും ഭയങ്കര കൃത്യമായിട്ട് ഉണ്ടാവും. ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെ ഒന്നും ഉറങ്ങുന്നില്ല, നിങ്ങൾക്കെല്ലാം ഉറക്ക്, ഞാൻ ഇപ്പൊ ഒരു ഉമ്മന്റെ കഥയും പറഞ്ഞല്ലോ, മക്കൾ ആലോചിച്ച് മക്കൾക്ക് ആക്സിഡന്റ് ആവുമോ വിചാരിച്ച് കത്തുന്ന് വയസ്സുകാലത്ത് ഉമ്മക്ക് തീരെ ഉറക്കില്ലാണ്ടായൊരു കഥ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾ ആരും ഉറങ്ങുന്നില്ല, ഇഫ് യു സ്ലീപ്പ് എ ലോട്ട് ഡേ ടൈമിൽ ഒരുപാട് ഉറങ്ങിയാലും പ്രശ്നമാണ്. ഇനിയിപ്പോ നിങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ചോളൂ, അന്നേരം എന്തെല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഒന്ന് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയും, അതായത് അതിനൊക്കെ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോണും ദുഃഖത്തിന്റെ ഹോർമോണും പിന്നെ ദേഷ്യം വരുന്ന ഹോർമോൺ, അങ്ങനെ പല പല ഹോർമോൺസും ഉണ്ട്. അതിനൊക്കെ ഒരു ബാലൻസ് വേണം. ആ ബാലൻസ് കുറഞ്ഞാത്തവർക്ക് നഷ്ടപ്പെട്ടു പോകും. ബോൺ ഗ്രോത്ത്, എല്ലിന് ശക്തി കുറയും, പിന്നെ എയർ ഫോളിങ് അതായത് മുടി കൊഴിയും, ഷുഗറും പ്രഷറും ഒക്കെ ഇൻക്രീസ് ആവും. ഷുഗറും പ്രഷറും ഒക്കെ ഇൻക്രീസ് ആയി അതിന് നമ്മൾ ഗുളിക കഴിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാലോ സ്ട്രോക്കും അങ്ങനെ കണ്ട പല 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 കേസസ് ആണ് പിന്നെ അതിന് ശേഷം നമ്മെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഉറക്ക് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണെന്ന് തന്നെ മനസ്സിലാക്കണം അല്ലെ. ഉറക്ക് നമ്മുടെ ഒരു അവകാശമാണ്, അത് നമ്മൾ ഉറങ്ങുക തന്നെ വേണം. ഉറങ്ങാണ്ട് കാട്ടിക്കൂട്ടിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാധിക്കും. പിന്നെ കുറേ ഉറക്കം ചെയ്യുന്നവർക്ക് രാത്രി കുറേ പാതിരാകുമ്പോ വിശന്നും കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിഞ്ഞാൽ അത് ഗ്യാസും അസിഡിറ്റിയും പിന്നെ ദഹനക്കേടും അത് കോൺസ്റ്റിപ്പേഷനും അങ്ങനെ കുറേ രോഗങ്ങളിലേക്ക് നമ്മളെ വഴുതി വീഴ്ത്താനും കൂടി എന്ത് സാധിക്കുന്നു, ഈ ഉറക്ക് സാധിക്കുന്നു. അത് എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. കൊറോണ കാലത്ത് ഞാനും എൻ്റെ കുട്ടികളെല്ലാം കൂടെ ഒരു റൂമിൽ വെച്ചിട്ട് അങ്ങനെ സാമ്പത്തികം പറഞ്ഞുള്ള കാര്യമാണ്, ബിസിനസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ കിടക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കിടക്കാക്കി. അങ്ങനെ കുറേ ദിവസങ്ങൾ കുട്ടികളെ പേരമക്കളെല്ലാം ഒന്നിച്ചുള്ള ഒരു സമയമായിരുന്നു. ആരും ഒന്നിച്ചുണ്ടാവില്ലല്ലോ, ഇവരൊക്കെ വീടുകളില്ല. ആ സമയത്ത് ഇവരെല്ലാം ഒന്നിച്ചില്ല. കുട്ടികൾ രാത്രി മുഴുവൻ ടാബും ഫോണും എടുത്ത് കളിച്ച് മൂത്രമൊഴിച്ച് വെള്ളം കുടിച്ച് അടിയുണ്ടാക്കി കളിക്കും. എന്നിട്ട് അവർ ഉച്ചവരെ ഉറങ്ങും, രാവിലെ ചാകുന്നില്ല. പക്ഷെ നമ്മളോ ആ കിടക്കുന്ന ഉറക്കിൽ നമുക്കെല്ലാം മിസ്സാവും. ഇവരെ എണീക്കുന്നു, ലൈറ്റ് ഇടുന്നു, വാതിൽ ഉറക്കുന്നു, അടിയുണ്ടാക്കുന്നു, ഫോൺ വാങ്ങുന്നു, ടാബ് കൊടുക്കുന്നു, ഇങ്ങനെ കളിച്ച് ഉറക്ക് പോയി. പിന്നെ എനിക്ക് വന്ന് എന്താന്ന് മനസ്സിലാവില്ല. ആരോട് ശ്രമിച്ചു നോക്കുമ്പോ ബിപി കൂടെ ഷുഗർ കൂടെ, അത് ഷുഗർ നിൽക്കൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ എന്നാലും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോ ആ രാത്രി തന്നെ ഞാൻ വിളിച്ചു ഡോക്ടർ ആദ്യം ചോദിച്ചു ഉറക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടോ എന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞാ എന്നാ ഇനി മേലാൽ കുട്ടികളെ കൂടെ കിടക്കരുത്, ശരിക്കും ഉറങ്ങണം. അപ്പൊ ഈ ബി.പി ഷുഗർ ഒക്കെ ഈ വന്നിട്ടുള്ള ആളുകൾക്ക് അത് പിന്നെ ബൂസ്റ്റപ്പ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെ എന്തെങ്കിലും കാരണത്താലായിരിക്കാം നിങ്ങൾക്ക് ഇത് വന്നിട്ടുള്ള. അഥവാ അതിന് ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. എനിക്കേയും ഭർത്താവിന് വേറെ ആർക്കെങ്കിലൊക്കെ വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നാൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം വീട്ടിൽ വന്ന് ഉറങ്ങുക, അതന്നെ നിൽക്കുള്ളൂ എന്നൊന്ന് വാശി പിടിക്കേണ്ട. കാരണം ഉറക്ക് കമ്പൾസറിയാണ്. ഉറക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധി, നിങ്ങൾക്കറിയാലോ നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അത് വർക്ക്ഷോപ്പ് കയറ്റുന്നുണ്ടല്ലോ 6 മാസം കൂടുമ്പോ. എന്തിനാ നമ്മൾ ഈ ഇതിനെ ഇങ്ങനെ ഇടക്കിടക്ക് അതിന് വർക്ക്ഷോപ്പ് കൊണ്ടുവരുന്നത്? അവര് കമ്പനി പറയുന്നുണ്ടല്ലോ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ വർക്ക്ഷോപ്പ് അതിൽ കൊണ്ടുവന്നിട്ട് അതിനെ സർവീസ് ചെയ്യണം. എന്താ കാരണം? അത് റിപ്പയർ ചെയ്യണം. ഈവൻ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ മാത്രം അതിനൊരു വിശ്രമം, കണ്ണിന് വിശ്രമം, ബ്രെയിനിന് വിശ്രമം. പക്ഷെ ഹാർട്ട് എപ്പോഴും ഇടിച്ചുകൊണ്ട് കൂട്ടാം. ഹാർട്ടിന് ഫുൾ ടൈം വർക്ക്. ഹാർട്ടിന് നമ്മളെ അമ്മന്റെ ഗർഭപാത്രത്തിൽ 4 മാസം എത്ര മാസം മുതലാണ് ജനിച്ചാന്ന് മുതൽ മൂപ്പർക്ക് പണി മുടക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് അല്ലേ. അങ്ങനെ
അപ്പൊ പിന്നെ ഈ ബ്രെയിനിന് നമ്മളെ തലച്ചോറിനും ബ്രെയിനിനും ഒക്കെ എന്താണ് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റുകയാണ് രാത്രി ഉറക്കം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും കൂടുതൽ മൊബൈൽ കളിച്ചിട്ടോ കൂടുതൽ ഫോൺ ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതും നിർത്തുക. രാത്രി ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പേ തന്നെ ഫോൺ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ സമയം കുറേ ആയിന്ന് തോന്നില്ല. എത്രയായി? 15 അല്ലേ? അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉറക്കിനെ കുറിച്ച് പറയാനുണ്ട്. അതിനി ഒരു അവസരത്തിലാവാം. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കിനെ കുറിച്ച് ഏകദേശം ധാരണ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെ? കാരണം നമുക്ക് മക്കളാവട്ടെ, വീട്ടുകാരാവട്ടെ, കുട്ടികളാവട്ടെ, ഭർത്താവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, നമുക്കിപ്പോ തൽക്കാലം BP ഷുഗർ ഒക്കെ വന്ന് സ്ട്രോക്ക് ഒന്നും പിടിച്ച് കുഴഞ്ഞു കിടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം തരുന്നു, അത് കഴിക്കുക, ഉറങ്ങിക്കോളുക. അഥവാ അങ്ങനെ ഉറങ്ങാനും തിന്നാനും ഒന്നും താല്പര്യം ഇല്ലാത്തത് വിളമ്പി കൊടുത്ത് വെച്ചിട്ട് നമ്മൾ വന്ന് കിടന്നുറങ്ങുക, അല്ലെ? അതൊരു നിർബന്ധമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ പ്രൈവസി കിട്ടാത്ത റൂം ഉണ്ടാവും, അല്ലെ? ഉമ്മന്റെ റൂം ആകുമ്പോൾ ആർക്കും ഒരു വില ഉണ്ടാവില്ല. പുതിയാപ്പളുടെ റൂം ആകുമ്പോൾ ആർക്ക് അവിടെ ലൈറ്റ് ഇട്ട് ഇവിടെ ഫാനിട്ട് ഇങ്ങനെ കളിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചുരിദാറിനൊക്കെ വരുന്ന കോട്ടൺ ഷോൾ ഉണ്ടല്ലോ, 2 മീറ്ററിന്റെ ഷോൾ, അത് കണ്ണ് മാത്രം മൂടി കിടക്കാം. മൂക്ക് മൂടരുത്, കണ്ണ് മാത്രം മൂടി കിടക്കാം. അപ്പൊ ആരെന്ത് പിന്നെ ലൈറ്റ് ഇട്ടാലും പിന്നെ ഫാൻ ഇതാക്കിയാലും ഒന്നും നമ്മൾ അറിയൂല, അല്ലെ? അവര് വന്നാലും പോയാലും വാതിൽ തുറന്നാലും ഒന്നും നമ്മൾ അറിയില്ല. ഇങ്ങനെ മൂക്ക് ഒഴിച്ചിട്ട് കണ്ണ് മാത്രം മൂടിക്കിടക്കുക. മാത്രമല്ല അതുകൊണ്ട് വേറൊരു ഗുണം വെച്ചാൽ ഫാന് കണ്ണിലെ കടിച്ചിട്ട് കണ്ണ് ഡ്രൈനെസ് ഉണ്ടാവുന്നത് മാറ്റാനും സാധിക്കും, അല്ലെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊന്നല്ല, ഇനി ഒരുപാട് പറയാനുണ്ട്. സ്വർഗ്ഗക്കാരെ ഉറക്കിനെ കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഉറക്കത്തിന് ഹലാലും ഹറാമും എന്ത് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല, കറന്ന് കിടന്നുറങ്ങാൻ പാടില്ല, നമ്മൾ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർച്ചത് എഴുതി വെക്കണം, അങ്ങനെയൊക്കെ പലതും പറയാനുണ്ട്. പക്ഷെ നമ്മൾ വയ്യതും കൊണ്ട് ഇനി കൂടുതൽ പറയാന് പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലാ. വബില്ലാഹി തൗഫീഖ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി 2 സിസ്റ്റേഴ്സ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അവരെ ഹസ്ബൻഡ്, അവരായിട്ട് നല്ല കാലത്തെ പണക്ക് പ്രശ്നം